ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ പാടി സ്തുതിക്കുവാനും ഒരുമിച്ച് ഇങ്ങനൊരു കൂട്ടായ്മയ്ക്കും കർത്താവ് തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. സകല വിശുദ്ധന്മാരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. അതുപോലെ കഴിഞ്ഞ 1-2 ആഴ്ചയായി നാം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നും പിന്നീട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുമൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചു പോയി. ഇങ്ങനെയൊരു സബ്ജക്റ്റ് നമ്മൾ പറയാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നതല്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ ചില സഹോദരങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ ഒരു മറുപടി പറയേണ്ടിയ സാഹചര്യം വന്നു. അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്ന ചില കാര്യത്തിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 31 മുതൽ അവസാനം വരെയുള്ള ആ ഒരു നീണ്ട പാരഗ്രാഫിലെ കാര്യങ്ങളാണ് നമ്മൾ പറയാനായി പരിശ്രമിച്ചത്. അതായത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം യെരുശലേമിൽ വെച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ഇടത്തും വലത്തും കൂട്ടും, അല്ലെങ്കിൽ ജാതികളെ ഇടത്തും വലത്തും കൂട്ടുമെന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു. ഇടത്തുള്ളവർ ശപിക്കപ്പെട്ടവരെന്നുള്ള നിലയിലും വലത്തുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരെന്നുള്ള നിലയിലുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിശദീകരണത്തിലേക്ക് വന്നപ്പോഴാണ് ഈ പറയപ്പെട്ട വലത്തുള്ളവർ അനുഗ്രഹിക്കപ്പെട്ടവരെ എൻ്റെ പിതാവിനാൽ ഒരുക്കപ്പെട്ട രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം എന്നൊക്കെ പറയുമ്പോൾ അവരാരും വീണ്ടും ജനിച്ചവരല്ല. ആ സമയത്ത് 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവർക്കൊരവസരം ലഭിക്കുകയാണ്. അങ്ങനെ കടന്നു വരുന്ന ആളുകൾ. അതിനെക്കുറിച്ച് മറ്റൊരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടായത്. അപ്പോൾ നമ്മൾ അതിൻ്റെ വിവിധ വശങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടുവരികയായിരുന്നു. ആത്മീയ ദൈവരാജ്യത്തെക്കുറിച്ചും അക്ഷരീക ദൈവരാജ്യത്തെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇന്ന് വീണ്ടും ജനനത്തിലൂടെ ഒരുവന് ആത്മീയ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും. എന്നാൽ ആ ആത്മീയ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനം കാഹളം ധ്വനിക്കുന്നതോടുകൂടി അവിടെ അവസാനിക്കുകയാണ്. പിന്നത്തേതിൽ ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യം, അഥവാ അതിനെ നമുക്ക് അക്ഷരീക ദൈവരാജ്യം എന്ന് വിളിക്കാം. ആ അക്ഷരീക ദൈവരാജ്യം അവിടെ യഹൂദന് വലിയ പ്രാധാന്യമാണ്. യഹൂദൻ്റെ യഥാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന് പല വാക്യങ്ങൾ പുസ്തകത്തിലുണ്ട്. അതൊക്കെയായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ യഹൂദനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പറയപ്പെട്ട സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരവ് എന്നത് പറഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ഒരു വെള്ള കുതിരപ്പുറത്ത് ഈ ഭൂമിയിലേക്ക് വരുന്ന ആ വരവ്, അതായത് എൻ്റെ 2-ാം വരവ്, മഹത്വ പ്രത്യക്ഷത, ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ പറയാനിടയായി. അങ്ങനെ ഈ ഭൂമിയിലേക്ക് മടങ്ങി വന്ന് ആ സമയത്തെ ഒരു ഷോർട്ട് പീരീഡിൽ 7 വർഷക്കാലം ഈ ഭൂമിയെ ഭരിച്ചിരുന്ന എതിർ ക്രിസ്തുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് എതിർ ക്രിസ്തുവിനെയും അവൻ്റെ കള്ളപ്രവാചകനെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് ജീവനോടെ തള്ളിക്കളയുന്ന കാഴ്ചകൾ അവിടെയുണ്ട്. അപ്പോൾ അതിന് ശേഷമാണല്ലോ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ മടങ്ങി വരുന്നു ആ ഒരു യുദ്ധം. അതിന് ഹർമഗദോൻ യുദ്ധമെന്ന് നമ്മൾ പറഞ്ഞു. യെരുശലേമിൽ പിന്നത്തേതിൽ തേജസ്സിൻ്റെ സിംഹാസനം വെച്ചുകൊണ്ട് തൻ്റെ ഭരണം ആരംഭിക്കുന്ന കാര്യം. അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്തെ ഒരു ചെറിയ വിശദീകരണം പറയാനായിട്ടൊരു പരിശ്രമം നടത്തി. അതാണ് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലേക്ക് കയറിയത്. നമ്മൾ 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീയെ കാണാം. ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട് പിന്നീട് നമ്മൾ കാണുന്നത് സ്ത്രീ വേദനയോടെ പ്രസവിച്ചു. സ്ത്രീക്ക് പ്രസവവേദന വന്നിരിക്കുന്നു. അവൾ വേദനയോടെ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അങ്ങനെ ആ ആൺകുട്ടിയെ പ്രസവിച്ച സമയത്ത് ആൺകുട്ടി പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ട സാഹചര്യം വന്നു. ഇങ്ങനെയൊക്കെയാണ് 12-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാസർപ്പം, അങ്ങനെ ഒരു സർപ്പത്തെയും കാണുന്നു. ആ സർപ്പത്തെക്കുറിച്ച് താഴേക്ക് അതിൻ്റെ വിശദീകരണം പറയുന്നുണ്ട്. അത് സാത്താനുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ പിശാചും പഴയ പാമ്പും എന്ന സാത്താനെ പിന്നത്തേതിൽ താഴെയുള്ള വാക്യങ്ങളിൽ കാണാം. 2-ാം സ്വർഗത്തിൽ നിന്ന്, ഹെവൻസിൽ നിന്ന് വെട്ടി താഴേക്കിടുന്ന ആ ഒരു കാഴ്ച, അങ്ങനെ ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു കാര്യം. ഇതൊക്കെ കഴിഞ്ഞ 1-2 ആഴ്ചകളിൽ നമ്മൾ പറയാനിടയായി. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു ടോപ്പിക്കിലേക്ക് വരാൻ നമ്മൾ എയിം ചെയ്തതല്ല. പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നപ്പോൾ ആ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ അതിനൊരു മറുപടി എന്നോണം നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ്. എന്നാൽ ആദ്യത്തെ ആഴ്ചയിൽ ചില ചോദ്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ചിലർക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചെറിയ വിശദീകരണത്തിനാണ് പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ മുതിർന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പ്രസംഗിച്ച ആ പ്രസംഗം യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം പലവിധമായ കമൻസും കാര്യങ്ങളൊക്കെ വന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാൻ 1-2 വാക്ക് പറയാം. അത് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ പൊതുവായി പറയട്ടെ സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞല്ലോ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പഠനത്തിലേക്ക് കടക്കാനായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്തങ്ങളായ
ഒത്തിരി അഭിപ്രായങ്ങൾ ഈ മേഖലയിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത പഠനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള പലരും കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് സംസാരിക്കാനിടയായി. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് കമൻറ്റ്സ് പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, എല്ലാ പഠനങ്ങളെയും നമ്മൾ ബഹുമാനിക്കുന്നു, ആ പഠനങ്ങളുടെ പിന്നിലുള്ള ആളുകളെല്ലാം ബഹുമാനിക്കുന്നു, അതിനൊന്നും വിരോധമില്ല. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങളായി വെളിപ്പാട് പുസ്തക പഠനത്തിന് ഊന്നൽ കൊടുക്കുന്നവരല്ലായിരുന്നു, പകരം നമ്മൾ സുവിശേഷം ഗൗരവമായി പറയാൻ പരിശ്രമിച്ചവരാണ്. രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ ഈ കാര്യങ്ങളെ ഊന്നി പ്രസംഗിച്ചു. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന വലിയ സമൂഹം, അതായത് പെന്തക്കോസ്ത് സമൂഹം, ആ സമൂഹത്തിൽ ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്നു, പെറ്റുപെരുകുന്നു, ആ കുഞ്ഞുങ്ങൾ മുതിർന്നു വരുന്നു, അവരെയൊക്കെ സ്നാനപ്പെടുത്തുന്നു. അവരിൽ പലരും ശരിയായ രക്ഷയുടേതായ ഒരു സ്പർശനം അനുഭവിക്കുന്നില്ല, രക്ഷയുടെ സന്തോഷത്തിലല്ല വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത്, വിശ്വാസം വേണ്ട വിധത്തിൽ അവരുടെ ഉള്ളിൽ അങ്കുരിക്കുന്നില്ല. അങ്ങനെ ആ വിശ്വാസത്തിൻ്റെ ഒരു തിരത്തളലിൽ അവർ സ്നാനക്കുളത്തിലേക്ക് വരികയാണ്. അതിനോട് ചേർത്ത് പറയാവുന്ന കാര്യമാണ്, രക്ഷയുടെ സന്തോഷം തന്നെ അവരെ സ്നാനക്കുളത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയൊന്നും അല്ലാതെ പല കാര്യങ്ങളും നടക്കുന്നു. അല്ലെങ്കിൽ ഇനി അടുത്തൊരു കൂട്ടർ ശരിയാവണ്ണം തന്നെ വന്ന് സ്നാനപ്പെടുന്നു, അങ്ങനെ വിശ്വാസ ജീവിതത്തിലേക്ക് മുൻപോട്ട് വരുന്നു. എന്നാൽ അവരുടെ വിശ്വാസ ജീവിതത്തിൽ വളർച്ചയ്ക്കുതകുന്നതായ ഗൗരവമായ കാര്യങ്ങൾ സഭകളിൽ പ്രസ്താവിക്കപ്പെടുന്നില്ലാത്തൊരു കാലം. ഗൗരവമായ ആത്മീയ വിഷയങ്ങൾ പ്രസംഗിക്കപ്പെടണം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരാത്തത് കൊണ്ട് പല കുട്ടികളും ആ ജീവൻ്റെ പുതുക്കത്തിലല്ല പിന്നെ നടക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ പലരും മുരടിച്ചു പോകുന്നു, പലരും തണുത്തു പോകുന്നു, പലരും പിന്മാറ്റാവസ്ഥയിലേക്ക് പോകുന്നു, ചിലർ വഴി വിട്ട് തന്നെ അങ്ങ് പോകുന്നു. അങ്ങനത്തെ ഒത്തിരി ഫയലുകൾ നമ്മുടെ മുമ്പിലുണ്ട്, ഒത്തിരി ഫയലുകൾ. അരുതാത്ത ബന്ധങ്ങളിലേക്ക് പോയതും എന്താ ഞാൻ പറഞ്ഞതിനകത്തെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ശരിയാവണ്ണം വചനം വെളിപ്പെടുന്നില്ല, ശക്തിയോടെ ദൈവവചനം ഘോഷിക്കപ്പെടുന്നില്ല, കർണരസമാകുമാറുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നു. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെ സുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് യേശുക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ പ്രവേശിക്കുന്നില്ല, ഒരേ ഒരു വാതിൽ. ആ വാതിൽ നമ്മൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ ആ വാതിൽ മലയാളികളായ ജനത്തിൻ്റെ മുമ്പിൽ, വിശേഷിച്ച് മലയാളി പെന്തക്കോസിൻ്റെ മുമ്പിലും അല്ലാത്തവരുടെ ഒക്കെ മുമ്പിൽ നമ്മൾ ആ വാതിൽ വെക്കുകയായിരുന്നു. ഒരേ ഒരു വാതിൽ, സുവിശേഷം എന്ന ഒരേ ഒരു വാതിൽ. ആ വാതിൽ വഴി അല്ലാതെ അകത്തേക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യം നമ്മൾ ധരിപ്പിക്കുകയായിരുന്നു. അതിന് സഹായകരമായ രീതിയിലുള്ള പല കാര്യങ്ങളും നിഴലായുള്ളതൊക്കെ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. അതിനോടുള്ള ബന്ധത്തിലാണ് സമാഗമന കൂടാരവും അതിൻ്റെ മുൻപിലുള്ള വാതിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പറയാനായിട്ട് നമ്മൾ ഉത്സാഹിച്ചിട്ടുള്ളത്. ആ കാര്യങ്ങളിൽ ജനം ഉറപ്പിക്കപ്പെടണം. അതുപോലെ തന്നെ പിന്നീട് ലേഖനങ്ങളും പഴയ നിയമമൊക്കെ ചേർത്ത് വെച്ച് അങ്ങനെ അനവധിയായ കാര്യങ്ങൾ, സഭയുടെ നിഴലും ഉപമാനങ്ങളും എന്നുവേണ്ട ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയും പറയാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നമ്മൾ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങുന്നു. അങ്ങനെ ആ സംസാരം മുൻപോട്ട് പുരോഗമിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മണവാളനായി മടങ്ങി വരുന്ന വിവരങ്ങളെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മഹിമ ഇത്യാദി കാര്യങ്ങളെല്ലാം നമ്മളുടെ മെസ്സേജുകളിൽ വന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നിന്നൊന്നും പറഞ്ഞില്ലെങ്കിലും, അതായത് ഇതിൻ്റെ എല്ലാം ഒരു പൂർണ്ണത പോയി അവസാനിക്കുന്നത്, അതിൻ്റെ കൺക്ലൂഷൻ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. പലപ്പോഴും നമ്മുടെ മെസ്സേജുകളിൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലെ പല വാക്യങ്ങളും കോട്ട് ചെയ്തിട്ടുണ്ട്. 21-ാം അധ്യായത്തിലെ, പിന്നെ 19-ാം അധ്യായത്തിലെ ഒരു വാക്യം സമഗ്രമായൊരു പഠനത്തിന് മുന്നിട്ട് ഇറങ്ങിയിട്ടില്ലെന്നേ ഉള്ളൂ. എന്നാൽ 19-ാം അധ്യായത്തിലെ വാക്യം, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ചില കാര്യങ്ങളുണ്ട്. പിന്നെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്നും അതിന് താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കാന്തയും പിന്നീട് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവരും, ആ 19-ാം അധ്യായത്തിൽ അങ്ങനെ രണ്ട് കാര്യം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് പ്രസംഗങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അതായത് ദൂതൻ യോഹന്നാനോട് പറയുകയാണ്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ദൂതൻ പിന്നെ കാണിച്ചു കൊടുക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്, അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, ഭർത്താവിനായി അലങ്കരിക്കപ്പെട്ട് ഒരുങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ നഗരം, അഥവാ പുതിയ യെരൂശലേം എന്ന് പറയുന്ന ഒരു നഗരം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അതായത് പുതിയ ഭൂമിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഒരു നഗരം ഇറങ്ങി വരുന്നു. ആ നഗരത്തിൻ്റെ പേരാണ് പുതിയ യെരൂശലേം എന്നുള്ളത്.
അപ്പോൾ ഇതൊക്കെ നമ്മളുടെ പ്രസംഗങ്ങളിൽ നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഡയറക്റ്റ് വെളിപ്പാട് ദിവസം പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ വരാറില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് 900 വ്യാഖ്യാനങ്ങളുണ്ട്. വ്യാഖ്യാനങ്ങളുടെ കൂമ്പാരമാണ്. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞ കാര്യത്തോടൊക്കെയുള്ള കൗണ്ടറുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സൂര്യനെ അണിഞ്ഞ സ്ത്രീ. അപ്പോൾ ആ സ്ത്രീയെക്കുറിച്ച് എന്തുമാത്രം വ്യാഖ്യാനങ്ങളാണെന്നറിയാവോ? എന്തുമാത്രം വ്യാഖ്യാനങ്ങളാണ്. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ പറയുന്നതിന് മുമ്പ് ഇടയ്ക്ക് പറയുകയാണ്, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു സമഗ്രമായ പഠനത്തിന് അപ്പോഴും ഇപ്പോഴും എയിം ചെയ്തിട്ടില്ല. നമ്മൾ ഊന്നൽ കൊടുത്തിരുന്നത്, അതായത് ഒരുവൻ്റെ ദൈവരാജ്യ പ്രവേശനവും അങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിച്ച വ്യക്തി ക്രിസ്തുവിൽ തികഞ്ഞവനാകുക എന്നുള്ള വിഷയത്തിനാണ് ഊന്നൽ കൊടുക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ നാളുകളിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ള അപ്പോസ്തോലികമായ ടീച്ചിങ് മുൻനിർത്തിക്കൊണ്ട് നമ്മളാലാവതും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ സത്യസന്ധമായി സകല കാര്യങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ മുൻപോട്ട് പോകുന്നതിനിടയിൽ നമ്മുടെ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തീയ ജീവിതത്തിൽ പരീക്ഷകളുണ്ട്, പരിശോധനകളുണ്ട്. അതുപോലെ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് 2ാമത് ലേഖനം എഴുതുമ്പോൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഭോഷ്കിൻ്റെ ആത്മാവിനെ അനുവദിക്കുമെന്നുള്ള കാര്യം. നമ്മൾ പഴയ നിയമത്തിലേക്ക് പോയി ഈ കാര്യം ചേർത്ത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ഭോഷ്കിൻ്റെ ആത്മാവിനെ യഹോവയായ ദൈവം അനുവദിച്ചിട്ട് ഇസ്രായേലിലെ രാജാക്കന്മാരെയും യഹൂദിയ രാജാക്കന്മാരെയും ഒക്കെ പരിശോധിക്കുന്ന കാഴ്ച കൺമുമ്പിലുണ്ട്. ഭോഷ്കിൻ്റെ ആത്മാവിനെ ദൈവം അനുവദിക്കുമ്പോൾ അവിടെയൊക്കെ പലതും പരാജയമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തലൻ വളരെ കൃത്യമായി പറഞ്ഞു, അങ്ങനെയുള്ള ആത്മാവിനെ അനുവദിക്കുകയും അധർമ്മമൂർത്തിയുടെ വ്യാപാരം വെളിപ്പെടുകയും വ്യാജമായ അത്ഭുതങ്ങളും അടയാളങ്ങളാലും ജനത്തെ വഞ്ചിച്ചു കളയും. ശരിയായ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാൻ മനസ്സില്ലാത്ത ജനമെല്ലാം വഞ്ചനയിൽ അകപ്പെടുമെന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും നടക്കുന്ന പലവിധമായ കാര്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ മെസ്സേജുകളിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും, ഇതെല്ലാം വഞ്ചനയാണ്, ഇതെല്ലാം തെറ്റായ ഉപദേശമാണ്. കാരണം നമുക്കതിന് പ്രേരണ തരുന്ന ആരാ? അപ്പോസ്തലന്മാർ തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച ഈ സുവിശേഷം, ആ സുവിശേഷത്തെ മാറ്റി വേറൊരു സുവിശേഷം ഞങ്ങൾ തന്നെ വന്നറിയിച്ചാലും, അല്ല സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നറിയിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് പറയുന്നത്. അതായത് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിലാണ് ഈ സത്യസുവിശേഷം ഘോഷിക്കപ്പെട്ടത് ഗലാത്യയുടെ മണ്ണിൽ. അല്ലെങ്കിൽ ആ ദേശത്തല്ല. അപ്പോസ്തലന്മാരുടെ ആദ്യകാല യാത്രകളിൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും യോഹന്നാൻ്റെയും യാക്കോബിൻ്റെയും ഒക്കെ യാത്രകളിൽ ഘോഷിക്കപ്പെട്ട സുവിശേഷം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയായിരുന്നു. അത് എങ്ങനെയെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. പൂർവ്വകാലങ്ങളിൽ വിശുദ്ധ പ്രവാചകന്മാരോട് സ്വർഗത്തിലെ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളുടെ നിവൃത്തിയാണ് കാലസമ്പൂർണതയിൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു തിരുവെഴുത്തുകളിൻ പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട്, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു ഇത്യാദി കാര്യങ്ങളൊക്കെ കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ തിരുവെഴുത്തുകളിൻ പ്രകാരം സംഭവിച്ച ആ കാര്യങ്ങളെയെല്ലാം കോർത്തിണക്കി പറയുന്ന വിഷയമാണ് സുവിശേഷം അഥവാ ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്. അത് പൗലോസിൻ്റെ സ്വന്തം നിർമ്മിതിയല്ല, അത് പത്രോസിൻ്റെ നിർമ്മിതിയല്ല. അത് യുഗങ്ങൾക്കും കാലങ്ങൾക്കും മുമ്പും ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിനു മുമ്പും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞ കാര്യമാണല്ലോ. തൻ്റെ പുത്രൻ ഉലക സ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടവനായിരിക്കുമെന്നുള്ളത് പിതാവിനറിയാം. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം ചേർത്താണ് അപ്പോസ്തലന്മാർ സുവിശേഷം പറയുന്നത്. അവരുടെ കയ്യിൽ പുതിയ നിയമ പുസ്തകമൊന്നുമില്ല. അവരുടെ കയ്യിൽ പഴയ നിയമ പുസ്തകങ്ങൾ അഥവാ തിരുവെഴുത്ത് വെച്ചുകൊണ്ടാണ് അവർ സമഗ്രമായി സുവിശേഷം അറിയിക്കുന്നത്. അവർ ആദ്യകാലത്ത് അറിയിച്ച ആളുകൾ അവരുടെ കേൾവിക്കാരെന്ന് പറയുന്നത് യഹൂദ പശ്ചാത്തലത്തിലുള്ളവരായതുകൊണ്ട് നിശ്ചയമായി അവർക്ക് ഒരളവിൽ മനസ്സിലാകും. കാരണം അവർ കാത്തിരുന്നൊരു മെശിഹായുണ്ട്, പ്രവാചകന്മാരാൽ സൂചിപ്പിച്ച ഒരു മെശിഹ. ആ മെശിഹായെക്കുറിച്ചുള്ള കാത്തിരിപ്പും താല്പര്യമൊക്കെ യഹൂദന്മാരുടെ ഉള്ളിലുണ്ടല്ലോ. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ബഹുഭൂരിപക്ഷം പേർക്കും അത് മനസ്സിലായില്ല. മനസ്സിലാകാത്തതുകൊണ്ട് അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിച്ചു. അങ്ങനെ ആ ക്രൂശീകരണത്തിന് ശേഷം കർത്താവിൻ്റെ ഉയർപ്പും പിന്നത്തേതിൽ അപ്പോസ്തലന്മാർ ദേശം മുഴുവനും നടന്ന്, അതായത് യെരുശലേമിൽ മാത്രമല്ല, യഹൂദ മലനാട്ടിൽ മാത്രമല്ല, ശമരിയയിൽ മാത്രമല്ല, ചുറ്റുപാടുകളിലെല്ലാം നടന്ന് അവർ ഘോഷിച്ചു ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ. ക്രിസ്തു ക്രൂശിക്കപ്പെടേണ്ടതാണ്
ഇസ്രായേലിലെ മഹാപുരോഹിതന്മാരും യഹൂദ ദേശത്തെ പ്രമാണിമാരും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങളിൽ അവർ തെളിയിച്ചു പറഞ്ഞു വരുന്നതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. അങ്ങനെ അറിയിച്ച ആ സുവിശേഷം മാറ്റി പറയാൻ പാടില്ല. അങ്ങനെ അറിയിച്ച ആ സുവിശേഷത്തിൽ മാനവവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണുള്ളത്. അല്ലാതെ ഈ ഭൂമിയിൽ എങ്ങനെ ധനവാനാകാമെന്നും ഇവിടെ എങ്ങനെ കോടീശ്വരനാകാമെന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ല സുവിശേഷത്തിലുള്ളത്. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരുദ്ധമായി വേറൊരുവൻ വന്ന് അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവെന്ന്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലും ഇത്തരത്തിൽ സുവിശേഷം കൂട്ടിമാറ്റുന്ന ഒരു രീതിയുണ്ട്. അതിനെതിരെ നമ്മൾ സന്ധിയില്ലാതെ യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ സാരം എന്ന് പറയുന്നത്, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ സുവിശേഷം അറിയിച്ചു. ഈ ഇത്ര വലിയ രക്ഷയെക്കുറിച്ച് അഭിമാനമുള്ളവരായി, ബോധ്യമുള്ളവരായി, തലയെടുപ്പുള്ളവരായി നിൽക്കാൻ പാകത്തിന് ഒരു കൂട്ടത്തെ വാർത്തെടുക്കാനായിട്ടുള്ളൊരു പരിശ്രമത്തിലായിരുന്നു നമ്മൾ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ലേഖനങ്ങളിൽ നിന്നും പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നും ഒക്കെ ചേർത്ത് വെച്ച് സഭയെക്കുറിച്ചും സഭയിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം അതിൻ്റെ നിലയിലെല്ലാം വെളിപ്പെട്ടു വരുവാനായിട്ട് കാംക്ഷിച്ച് ആഗ്രഹിച്ച് അങ്ങനെ വചനം ധ്യാനിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ്. തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അല്പം ചില കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നും ചില അധ്യായങ്ങളിൽ നിന്നുമൊക്കെ ചേർത്ത് വെച്ച് പറഞ്ഞ് ഞാൻ ഇന്ന് വാക്കുകൾ അവസാനിപ്പിക്കും. കാരണം ഇപ്പോഴും നമ്മുടെ പല സഹോദരങ്ങൾക്കും കാര്യം വേണ്ട വിധത്തിൽ കത്തിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു അതിൻ്റെ സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്, ഇന്നതുപോലെയാണ് എന്ന് പറയുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ചിലരുടെ ഉള്ളിലൊരു സന്ദേഹം വരുവാൻ കാരണമായ ചില വാക്യങ്ങളുണ്ട്. അത് പിന്നത്തേതിൽ സംസാരങ്ങളിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കാര്യം അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനൊരു സമയം കണ്ടെത്തിക്കൊണ്ടാണ് ആ കാര്യങ്ങളെ പറയാനായിട്ട് പരിശ്രമിക്കുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ കമൻസിലേക്കും അതുപോലെ എന്നോട് വ്യക്തിപരമായി സംസാരിച്ച ചില പ്രിയപ്പെട്ടവരുണ്ട്, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ 1-2 കാര്യം പറഞ്ഞ് ഈ മുൻപോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ നമ്മൾ പറഞ്ഞു, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു വെള്ള കുതിരപ്പുറത്ത് ഒരുവൻ വരുന്ന കാര്യം. അവൻ്റെ കയ്യിൽ അമ്പുണ്ട്, എന്നാൽ വില്ലില്ല. ആ വരുന്ന വരവ് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അത് യേശുക്രിസ്തു ആണെന്നൊക്കെ ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ വലിയ പങ്ക് ആളുകൾക്കും ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, അങ്ങനെ വരുന്നത് എതിർക്രിസ്തുവാണ്. ആ വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന എതിർക്രിസ്തുവാണ് എന്ന് സൂചിപ്പിച്ചു. പിന്നീട് അത് കഴിഞ്ഞ് ഓരോ കുതിരകൾ വരുന്നുണ്ട്. ചുവന്ന കുതിര വരുന്നുണ്ട്, അത് കഴിഞ്ഞ് മഞ്ഞക്കുതിര വരുന്നുണ്ട്, പിന്നീട് കറുത്ത കുതിര വരുന്നുണ്ട്. ഇങ്ങനെ കുതിരകൾ കുറേ വരുന്നുണ്ട് 6-ാം അധ്യായത്തിൽ. അതിനിടയിൽ ഓരോ കലശങ്ങൾ ഒഴിക്കുന്നതും പിന്നെ മുദ്രകൾ പൊട്ടിക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടല്ലോ. അതിൻ്റെ ഒന്നും ഒരു ഡീപ്പായ വിശദീകരണത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോയില്ല. അപ്പോൾ ചില സഹോദരങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, പാസ്റ്ററുടെ ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് അപ്പച്ചന്മാരുമായി ബന്ധപ്പെട്ട ഒരു വ്യാഖ്യാനമാണെന്ന്. അതായത് നമ്മളീ മൊത്തത്തിൽ പറഞ്ഞ കാര്യങ്ങളെ അപ്പച്ചന്മാരുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ശൈലിയും രീതിയാണെന്ന്. അപ്പച്ചന്മാർ വ്യാഖ്യാനിച്ച കാര്യങ്ങൾ ദൈവവചനത്തിന് നിരക്കുന്നതും നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കും. ഇപ്പോൾ അപ്പച്ചന്മാരെല്ലാവരും വ്യാഖ്യാനിക്കുന്നത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണെന്നും ആൺകുട്ടി യേശുക്രിസ്തു ആണെന്നാണ്. പക്ഷെ നമ്മളത് തിരുത്തി പറഞ്ഞില്ലേ? തിരുത്താൻ നമുക്ക് മനസ്സുണ്ടെന്നേ. ഒരു കാര്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10 വർഷം മുമ്പ് വരെ ഈ ആൺകുട്ടി യേശുക്രിസ്തു തന്നെയാണെന്ന് ഞാനും വിശ്വസിച്ചിരുന്നു, ഞാൻ പ്രസംഗിച്ചിട്ടുമുണ്ട്. എന്നാൽ കാര്യങ്ങൾ തെളിഞ്ഞു വന്നപ്പോൾ തിരുത്താൻ നമ്മൾ തയ്യാറാണ്. അതെല്ലാ കാലത്തും തിരുത്തും. നമുക്ക് ബോധ്യം ലഭിച്ചാൽ, ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരുത്തും. അത് ഗ്യാരണ്ടിയല്ലേ? അപ്പോൾ പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ പറയും, ഇത് ഇങ്ങനെയൊരു പഠനമുണ്ട്, ഈ വിഷയത്തിൽ 2 തരം പഠനമുണ്ട്, ഈ വിഷയത്തിൽ 4 തരം പഠനങ്ങളുണ്ട്, അല്ലെങ്കിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ടെന്നൊക്കെ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം എന്താ? കാരണം പലതരം അഭിപ്രായങ്ങൾ നിലവിൽ അന്തരീക്ഷത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഊന്നി പറയുന്നതിൻ്റെ കാരണം എന്താ? അത് ഉത്തമമായ ബോധ്യം ലഭിച്ചതുകൊണ്ടാണ്, ഉറപ്പ് ലഭിച്ചതുകൊണ്ടാണ് അങ്ങനെ ചില കാര്യങ്ങൾ ഊന്നി പറയുന്നത്. അങ്ങനെ ആ കമൻറ്റ് പറഞ്ഞ ആ സഹോദരൻ ഈ പറയപ്പെട്ട ഈ കുതിരകൾ വെളിപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ നിലയിൽ വ്യാഖ്യാനിച്ച വ്യാഖ്യാതാക്കളുണ്ട് എന്നുള്ളൊരു സൂചനയാണ് തന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ വ്യത്യസ്തമായ നിലയിൽ വ്യാഖ്യാനിച്ച ഒരു വ്യാഖ്യാതാവ്. അദ്ദേഹം ഈ ഇടക്കാലത്ത് ഒരു
4-5 വർഷം മുമ്പ് പെന്തക്കോസ് ലോകത്ത് ഒത്തിരി കൺഫ്യൂഷൻ ഇടാൻ വേണ്ടി ശ്രമിച്ച ഒരു മാന്യദേഹമാണ്. അതായത് ഈ പ്രീ ട്രിബുലേഷനും പോസ്റ്റ് ട്രിബുലേഷൻ എന്നൊക്കെ പറഞ്ഞ്, അതായത് സഭ മഹോദ്രവത്തിലൂടെ കടന്നു പോകും, അത് കഴിഞ്ഞിട്ടാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് എന്നൊക്കെ വേണ്ട. ആ സമയത്ത് ചുമ്മാ ആളുകളെ താനൊരു വലിയ സ്കോളറാണെന്ന് അറിയിക്കാൻ വേണ്ടി, പണ്ഡിതനാണെന്ന് അറിയിക്കാൻ വേണ്ടിയൊക്കെ ഒത്തിരി പാണ്ഡിത്യം വിളമ്പിയൊരു സമയമാണ്. ആ സമയത്താണ് അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് ചൈനയാണ്, ഇത് റഷ്യയാണ്, ഇത് അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഈ ഓരോ കുതിരകളെയും പുള്ളിയുടേതായ നിലയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പം നമ്മളാരും അതിനൊന്നും പരാതി പറയാൻ പോയിട്ടില്ല. എല്ലാവർക്കും അവരവരുടെ വ്യാഖ്യാനങ്ങളിൽ മുൻപോട്ട് പോകാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ പുള്ളിയോട് എനിക്ക് അത്ര വലിയ റെസ്പെക്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ റെസ്പെക്റ്റ് ഉണ്ട്. പുള്ളി അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു ടീച്ചിങ്ങാണ്, പെന്തക്കോസ്തുകാർക്ക് ബുദ്ധി കുറവാണ്. അവർക്ക് ബുദ്ധി ഇല്ലാതെ പോയതിൻ്റെ കാരണം സിനിമ കാണാത്തതുകൊണ്ടാണ്. സിനിമ നല്ല നിലയിൽ കാണുകയാണെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് നല്ല ബുദ്ധി വരും എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ ഭാര്യയും 3-4 മക്കളെ മറ്റോ ഉണ്ട്. അവരെല്ലാ ദിവസവും ഇരുന്ന് ഈ മലയാള സിനിമയും ഈ ഹിന്ദി സിനിമയും ഇംഗ്ലീഷ് സിനിമയും ലോക സിനിമയും എല്ലാ സിനിമയും ഇരുന്ന് കാണും. അങ്ങനെ പുള്ളിക്കും ബുദ്ധിയായി, ഭാര്യയ്ക്കും ബുദ്ധിയായി, മക്കൾക്കും ബുദ്ധിയായി. പക്ഷേ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞിട്ടും എല്ലാ പെന്തക്കോസ്തുകാരും അത് ഏറ്റെടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതായാലും ഏറ്റെടുക്കാൻ തോന്നിയില്ല. കാരണം ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനത് നല്ല നിലയിൽ കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. വിശ്വാസ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഞാൻ വന്ന ചർച്ചിലെ പാസ്റ്ററോ വിശ്വാസികളോ ആരും എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞില്ല, ബ്രദർ സിനിമ കണ്ടാൽ നിന്നെ ഞങ്ങൾ സ്വർഗത്തിൽ കൊണ്ടുപോയില്ലെന്നൊന്നും അവരാരും പറഞ്ഞില്ല. മറ്റാരും പറഞ്ഞിട്ടല്ല, ആരും ഒരു സൂചന പോലും തന്നില്ല. അവരാരെങ്കിലും കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് മന്ത്രിച്ചു. ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കുന്നതും ലോകത്തിൻ്റെ സതിരുകളിൽ രസം കൊള്ളുന്നതും ഒരു ദൈവപൈതലിന് യോജിച്ചതല്ല. അങ്ങനെയൊന്നുമല്ല ബുദ്ധിയും വിവേകവും അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ആർജിച്ചെടുക്കേണ്ടത് എന്ന ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ തള്ളിക്കളഞ്ഞ ആളാണ്. അതുകൊണ്ട് അങ്ങനെ പഠിപ്പിക്കുകയും പിന്നെ പുള്ളി പരസ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ സ്കോളർ, ഈ കുതിരകളുടെ വ്യാഖ്യാനം കൊടുക്കുന്ന പുള്ളിക്കാരൻ, ആ പുള്ളിയുടെ ശിഷ്യനാണ് ഈ കമൻ്റ് എഴുതിയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കുതിരകളുടെ വ്യാഖ്യാനം കൊടുക്കുന്ന പുള്ളിക്കാരൻ ഈ അടുത്തിടയ്ക്ക് സെൻട്രൽ കേരളയിൽ ഒരു കൺവെൻഷന് പ്രസംഗിക്കുകയാണ്. എനിക്ക് ക്രിസ്തീയ പാട്ടുകളൊന്നും ഇഷ്ടമല്ല, സിനിമാ പാട്ടുകളോടാണ് താല്പര്യം. അത്ഭുതപ്പെട്ടു പോയി ഞാനത് കേട്ടപ്പോൾ. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിരന്തരം അദ്ദേഹം IPC, AG, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ എല്ലാം കൺവെൻഷനുകളിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. പാസ്റ്റർമാരുടെ എല്ലാം കണ്ണ് കെട്ടിയും ചെവി അടച്ചും വെച്ചിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. അവരിത് കാണുന്നും കേൾക്കുന്നൊന്നും ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പോൾ ഒത്തിരി അപ്പച്ചന്മാർ ഇപ്പോഴും ഉണ്ട്, മുഴുവൻ തീർന്നിട്ടില്ലല്ലോ. ഇപ്പോഴും നരച്ച അപ്പച്ചന്മാരൊക്കെ ഉണ്ട്. ആ അപ്പച്ചന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ അപ്പച്ചന്മാരാരും അദ്ദേഹത്തെ തിരുത്തുന്നില്ല, ഒരാളും അദ്ദേഹത്തെ തിരുത്തുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിവേ നമ്മുടെ സമയം അധികം കളയാനില്ല. അങ്ങനെ ഒരു സജഷൻ വന്നു. അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അങ്ങനത്തെ കുതിരകളുടെ പുറത്ത് സഞ്ചരിക്കുക, ഞങ്ങൾ അപ്പച്ചന്മാരുടെ കൂട്ടത്തിലുള്ള ആ കുതിരയുമായിട്ട് പൊക്കോളാം. അത് കേൾക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങൾ അങ്ങനെ ആ വെള്ളക്കുതിരയുടെ കാര്യമൊക്കെ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോട്ടെ. അത് കഴിഞ്ഞ് മറ്റൊരു സഹോദരൻ പറഞ്ഞു, അതായത് എതിർ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില പരാമർശങ്ങൾ നടത്തി. എതിർ ക്രിസ്തു എബ്രാമിക് വേൾഡിലാണ് ഭരിക്കുന്നതെന്നുള്ള ഒരു സൂചന തന്നു. ഒരു പക്ഷേ അങ്ങനെ അത് തള്ളിക്കളയുന്നില്ല ഞാൻ. എതിർ ക്രിസ്തു എന്ന മൃഗത്തിന് സർപ്പം, മഹാസർപ്പം എല്ലാ അധികാരങ്ങളും കൊടുക്കുന്നതാണ് നമ്മൾ 13-ാം അധ്യായത്തിൽ കാണുന്നത്. 6-ാം അധ്യായത്തിൽ അദ്ദേഹം രംഗത്ത് വരുന്നേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ഇനി വലിയൊരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുൻപിലുള്ളത്. ആ യുദ്ധത്തിൽ ലോകത്തിൻ്റെ ക്രമങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെടും, സഖ്യങ്ങളെല്ലാം ഉടയപ്പെടും, ചില രാജ്യങ്ങൾ തന്നെ ഇല്ലാതെ പോകാം, പുതിയ ക്രമങ്ങൾ വരാം, പുതിയ സഖ്യങ്ങൾ വരാം. അതായത് പിന്നീട് സഖ്യരാഷ്ട്രത്തെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സഖ്യരാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ഭരണാധികാരി ആയിരിക്കും നമ്മൾ പറയുന്ന ഈ പുള്ളിക്കാരൻ, അതായത് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം തൻ്റെ ഉപായത്താലും കഴിവിനാലും ഒക്കെ രംഗത്തേക്ക് വരികയാണ്. അങ്ങനെ രംഗത്തേക്ക് വന്ന് എല്ലാവരെയും കയ്യിലെടുത്ത് തൻ്റെ ആ ഒരു നയനിമിത്തം ഇസ്രായേലിനെയും താൻ പാട്ടിലാക്കുന്നു. അങ്ങനെ ഇസ്രായേലുമായിട്ട് ഉടമ്പടിയിലേക്ക് വരുന്നു. ഇസ്രായേൽ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ അവരുടെ വരുതിയിലേക്ക് വരുന്നു. അങ്ങനെ മുൻപോട്ട് പോവുകയാണ്. ആ കക്ഷിയെ തന്നെയാണ് 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അതായത് 13-ാം അധ്യായത്തിന് തൊട്ട് മുമ്പ് 12-ാം അധ്യായത്തിൽ വെട്ടേറ്റ് താഴേക്ക് വരുന്ന മഹാസർപ്പം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഈ പറയപ്പെട്ട 7 തലയും 10 കൊമ്പുമുള്ള ഈ മൃഗത്തിന് എല്ലാ അധികാരങ്ങളും കൊടുക്കുകയാണ്. പിന്നീട് മൃഗത്തിൻ്റെ രീതി മാറുകയാണ്. നോക്കണം, 6-ാം അധ്യായത്തിൽ ഒരു കുതിരപ്പുറത്ത് ഒരുത്തൻ വരുന്നു എന്നാണ് അവിടെ പറയുന്നത്.
അല്ലാതെ വേറൊന്നും പറയുന്നില്ല. എന്നാൽ അതേ കക്ഷിയെ തന്നെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മൃഗം എന്ന നിലയിലാണ് ചിത്രീകരിക്കുന്നത്. മൃഗം എന്ന നിലയിൽ ഇതൊരു അലങ്കാര ഭാഷയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. മൃഗം എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത് മൃഗതുല്യമായ സ്വഭാവവും അതിൻ്റെ ശൗര്യവും ശക്തിയും ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ സഖ്യരാഷ്ട്രങ്ങളുടെ മേലൊരു മേൽക്കോയ്മ ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും വാക്യത്തിലുണ്ട്. ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. അതിൻ്റെ ഒരു ഡീറ്റെയിൽ പഠനത്തിലേക്ക് പോകാനായിട്ട് നമുക്ക് സമയമില്ല. അതായത് ദാനിയേൽ കണ്ട ദർശനത്തിലെ ഒരു ചെറിയ കൊമ്പുണ്ട്. ആ ചെറിയ കൊമ്പും അതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 തലയും 10 കൊമ്പുമുള്ള മൃഗത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പലതും പറയാനുണ്ട്. അതിലേക്കെല്ലാം ഞാൻ കടന്നു പോകുന്നില്ല. എനിക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അത് സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്ന എതിർ ക്രിസ്തുവിൻ്റെ ആ ഭരണത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് നമ്മളെന്ന് പറയുന്ന വെസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങൾ തന്നെയായിരിക്കും. വെസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങൾ തന്നെയായിരിക്കും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ പ്രഭാവം മുഴു ലോകത്തിലും ഉണ്ടായിരിക്കും. ഇപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അമേരിക്കയിൽ ഇരുന്നാണ് അമേരിക്കയെ ഭരിക്കുന്നത്. അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അങ്ങേര് ഭരിക്കുമ്പോൾ തന്നെയും ലോകത്തിൽ മുഴുവനും അവരുടെ ഒരു പ്രഭാവം ഇട്ടിട്ടുണ്ട്. അവരുടെ ഒരു അധികാരത്തിൻ്റേതായ ഒരു മേഖല പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. പല രാജ്യങ്ങളുടെ മേലും പല സംഭവങ്ങളുടെ മേലും അവരുടെ അധികാരവും നിയന്ത്രണവും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ പറയപ്പെട്ട സമയത്ത് എതിർ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ അതിലും എത്രയോ അധികമായിരിക്കും കാര്യങ്ങളെ വരുതിയിലാക്കാനും കൺട്രോളിൽ കൊണ്ടുവരുവാനും ഒക്കെ. അപ്പോൾ അതൊക്കെ ആ സമയത്ത് സംഭവിക്കാം. അങ്ങനെയാണ് എതിർ ക്രിസ്തു മുഴു ലോകത്തെയും ഭരിക്കും എന്നുള്ളൊരു ഒരു വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം തിരുത്താൻ ശ്രമിച്ചത്. മുഴു ലോകത്തെയും ഭരിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതി ഇതാണ്. എന്നാൽ തൻ്റെ നേരിട്ടുള്ള ആ ഭരണത്തിൻ്റെ തൻ്റെ കണ്ണെത്തുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഈ വെസ്റ്റ് ഏഷ്യയുടെ ഭാഗങ്ങളായിരിക്കും. നമ്മളിന്ന് മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ പറയുന്ന അതിന് ചുറ്റുപാടുമുള്ള ആ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഭരണം വരാം. ഇതിനോടനുബന്ധിച്ച് വേറൊരു പഠനം ഞാൻ കേട്ടിട്ടുള്ളത് എതിർ ക്രിസ്തു വരുന്നത് ഇസ്ലാമിക് വേൾഡിൽ നിന്നാണ് എന്ന ഒരു നിലയിലാണ് പഠനം കിടക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചൊക്കെ ഗൗരവമായി പഠിപ്പിക്കുന്ന ഒത്തിരി അധ്യാപകർ അല്ലെങ്കിൽ ശുശ്രൂഷകർ അവർ ഇസ്ലാമിക് വേൾഡിൽ നിന്നാണ് എതിർ ക്രിസ്തു വരുന്നതെന്നുള്ളതാണ് അവരുടെ ഒരു കണ്ടെത്തൽ. എനിക്കതിനോട് ഒരു യോജിപ്പുമില്ല, അശേഷം യോജിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം യഹൂദൻ ഒരിക്കലും ഒരു ഇസ്ലാമായ ഒരാളെ തങ്ങളുടെ മഷികയായിട്ട് എതിർ ക്രിസ്തു എന്ന് പറയുന്നത് എന്താ? അതായത് ക്രിസ്തുവിനെതിരായി നിൽക്കുന്ന ആ ഒരു അർത്ഥത്തിലാണല്ലോ ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. സാക്ഷാൽ ക്രിസ്തുവിനെതിരെന്നുള്ള അർത്ഥത്തിലല്ലേ വരുന്നത്. അപ്പം നമ്മൾ പറയുമ്പോഴാണ് ഈ എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചു കൊള്ളണം. ഞാനിപ്പോൾ ഈ പറയുന്ന വാക്കുകൾ നമ്മളാണ് എതിർ ക്രിസ്തു എന്ന് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എതിർ ക്രിസ്തുവിനെ കാണുന്നത്. പക്ഷേ യഹൂദൻ കാണുന്നത് എതിർ ക്രിസ്തുവായിട്ടല്ല, ക്രിസ്തുവായിട്ടാണ്, അഥവാ മഷികയായിട്ടാണ്. അതിനുള്ള വാക്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം. അപ്പോൾ അവർ മഷിക എന്ന നിലയിലാണ് കൈക്കൊള്ളുന്നത്. ഒരു മുസൽമാനെ അവർ മഷികയായിട്ട് കൈക്കൊള്ളുമോ? ശരിക്കും മഷിക വരേണ്ടത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്, ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണ് വരേണ്ടത്. ബത്ലഹേമിലാണ് ഭൂജാതനാകേണ്ടത്. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഭേദഗതി വന്നാലും വേറെ ഏതെങ്കിലും ഗോത്രത്തിൽ നിന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണെങ്കിലും ചിലപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യുമായിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അങ്ങനെ തന്നെ ആകണമെന്നൊന്നുമില്ല. ഈ പറഞ്ഞ ഗോത്രത്തിൽ നിന്നൊക്കെ തന്നെ വരാം. അല്ല, ഇനി വേറെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ നിന്നാണെങ്കിലും ചിലപ്പോൾ അവർ തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹത്തെ മെഷിക എന്നുള്ള നിലയിൽ അവർ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അവർക്ക് ഫേവറായിട്ട് മെഷിക നിൽക്കും, പ്രവർത്തിക്കും. അങ്ങനെയാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു മറുപടി അത്രയേ ഉള്ളൂ. പിന്നീട് അത് കഴിഞ്ഞ് ഈ നീളൻ ജുബയും ഈ മുട്ടിന് താഴെ വരെ മുണ്ടു കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പെന്തക്കോസ്ത് ലോകത്ത്. അവരുടെ ചാവേറുകൾ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ചാവേറുകൾ അത്തരക്കാർ വന്ന് ഒത്തിരി കമൻസ് എഴുതിയിട്ടുണ്ട്. അവർക്കാർക്കും ഞാനൊരു മറുപടിയും കൊടുത്തിട്ടില്ല. കാരണം അവരോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വചനത്തിൽ നിന്നൊന്നും സംസാരിക്കില്ല. അവരിങ്ങനെ വന്ന് പള്ളു പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ അപ്പച്ചന്മാരിങ്ങനെയാണ്, ഞങ്ങളുടെ വിശുദ്ധന്മാരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. അവരുടെ ഒരു ഭാഷാപ്രയോഗമാകട്ടോ ഞങ്ങളുടെ വിശുദ്ധന്മാരെന്നുള്ളത്. ഞങ്ങളുടെ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ അവരുടെ ശുശ്രൂഷകന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവരാരും വിശുദ്ധന്മാരല്ലേ? ഈ കാത്തലിക് ചർച്ചിൻ്റെ വേറൊരു വകഭേദം പോലെയാണ് അവരുടെ രീതികൾ. എന്നുവെച്ചാൽ കാത്തലിക് ചർച്ചിൻ്റെ രീതി എങ്ങനെയാണ്? ഒരു കൂട്ടം ആൾക്കാരെ അവർ വിശുദ്ധന്മാരായി പ്രഖ്യാപിക്കുന്നു. അവർ വിശുദ്ധന്മാരും ബാക്കിയുള്ളവരൊന്നും അത്ര വിശുദ്ധന്മാരല്ല എന്നുള്ള നിലയിലാണ് കാത്തലിക് ചർച്ചിൻ്റെ ഒരു റണ്ണിങ് എന്ന് പറയുന്നത്. ഇവരുടെ രീതി ഏറെക്കുറെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് മറുപടി കൊടുക്കാൻ പോകാത്തത്. അവരവിടെ കമൻ്റ് എഴുതി വെച്ചു, പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മണവാട്ടി ആരാണെന്നൊക്കെ ചോദിച്ച്. അതിനുള്ള മറുപടി എന്താ സഹോദരങ്ങളെ? വന്ന് കാൺമീൻ എന്ന് യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറഞ്ഞില്ലേ?
നമ്മുടെ ഈ ചാനലിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ 100-400 പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. ഏതെങ്കിലും പ്രസംഗങ്ങളിലൂടെയൊക്കെ കയറി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മണവാട്ടിയെക്കുറിച്ചുള്ള രൂപരേഖ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ മുണ്ടെടുത്ത ആൾക്കാരോട് നമ്മൾ എന്ത് മറുപടി പറയാനാണ്? മുണ്ടെടുത്ത ആൾക്കാർ അവർ ഒന്നും മിണ്ടില്ല കേട്ടോ, അവർ വളരെ മൗനത്തിലായിരിക്കും. അവരാരുടെയും കുറ്റവും പറയില്ല, ഒന്നും പറയില്ല. പക്ഷെ അവരവരുടെ ചാവേറുകളെ പറഞ്ഞയക്കും. ചാവേറുകളാണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് മാത്രമല്ല, നമ്മുടെ അടുത്ത് അത്ര കാര്യമായിട്ട് ആഞ്ഞടിച്ചൊന്നുമില്ല. ഒരു മിനിമം കാര്യങ്ങളിലൊക്കെ വെച്ച് കൊച്ചു വെല്ലുവിളിയൊക്കെ ആയിട്ട് അങ്ങനെ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അശേഷം അങ്ങനെയുള്ള ആളുകളോട് മറുപടി, കാരണം വചനത്തിൽ നിന്ന് ഇവർക്കൊന്നും പറയാനറിയില്ല. ഞാൻ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒത്തിരി ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിരുന്നു ഒരു സമയത്ത് അവർ. എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായിരുന്നു. ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും വളരെ ഭവ്യതയോടെ കണ്ടിരുന്ന ആൾക്കാരാണ്. പക്ഷേ അവരുടെ ഈ പറഞ്ഞ വിശ്വാസികളുണ്ടല്ലോ, വിശുദ്ധന്മാരും പിന്നെ അണികളെന്ന് വിളിക്കാം, പിന്നെ അവരുടെ വിശുദ്ധന്മാരും വിശുദ്ധന്മാരുടെ അണികളും, ഇവരുടെ അണികളിൽ പലരും വായ തുറന്നു കഴിഞ്ഞാൽ വിടക്ക് വർത്തമാനങ്ങളൊക്കെ പറയുള്ളൂ. ഈ അടുത്ത സമയത്ത് ഒരാൾ എന്നെ വിളിച്ചു, പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ്റിലെ ഒരു ഉന്നത പൊസിഷനിലിരുന്ന ആളാണ്. അദ്ദേഹം എന്നോട് നമ്മുടെ പ്രസംഗം കേട്ടിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഞാനും വളരെ ബഹുമാനത്തോടെ, എന്നിലും മുതിർന്ന ആളാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് ആ ബഹുമാനത്തോടെ ഞാനും സംസാരിച്ചു. അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പലതും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് വീണ്ടും ജനനത്തെക്കുറിച്ച് ചോദിച്ചു. വീണ്ടും ജനനത്തെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താ? കാരണം എനിക്കറിയാം, ഞാൻ അവരുടെ ഇടയിലുള്ള ആളുകളുമായിട്ടൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുള്ളതാണ്. വീണ്ടും ജനനം, അദ്ദേഹം എടുത്ത വഴിക്ക് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും ആ വീണ്ടും ജനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുക്കി പറയാവോ, അല്ലെങ്കിൽ ഒരു ചെറിയ വിശദീകരണം തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നമ്മൾ സ്നാനപ്പെടുമ്പോൾ വീണ്ടും ജനിക്കുമല്ലോ, വീണ്ടും ജനിക്കും, നമ്മൾ സ്നാനപ്പെടുമ്പോൾ വീണ്ടും ജനിക്കും. അതാണ് അവരുടെ ടീച്ചിങ്, അവരുടെ ചിന്ത. അപ്പം ഞാൻ പറഞ്ഞു, സഹോദര അങ്ങനെയല്ല, അതല്ല അതിൻ്റെ ഒരു പഠനം. അങ്ങ് ഇത്രയും പ്രായമായി, ഇത്രയും വർഷമായി കൂട്ടത്തിൽ സഞ്ചരിക്കുന്നു, വീണ്ടും ജനനത്തെക്കുറിച്ച് സമഗ്രമായി പറയാൻ അങ്ങക്ക് കഴിയുന്നില്ല. അതേസമയം ഞങ്ങളുടെ ഇടയിൽ, അഥവാ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ സമഗ്രമായി പറയുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തോട്. അവരുടെ പേരും പെന്തക്കോസ് എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഇടയിൽ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ വളരെ കൃത്യതയോടെ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ധാരാളം ശുശ്രൂഷകന്മാരും വിശ്വാസികളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് ഞാനൊരു മെസ്സേജ് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തു. അത് കേട്ടിട്ട് നമുക്ക് തമ്മിൽ വീണ്ടും സംസാരിക്കാം. വീണ്ടും ജനനത്തെക്കുറിച്ച് ഏറ്റവും അടിസ്ഥാനം അവിടെയാണ്. അങ്ങനെ ആ വീണ്ടും ജനനത്തിൻ്റെ അവസ്ഥയിൽ ശരിയാവണ്ണം വന്നു കഴിഞ്ഞാൽ വീണ്ടും ജനിച്ചവനാണ് സ്നാനപ്പെടേണ്ടത്, അല്ലാതെ സ്നാനപ്പെടുമ്പോഴല്ല വീണ്ടും ജനിക്കുന്നത്. വീണ്ടും ജനിച്ചവനാണ് സ്നാനപ്പെടേണ്ടതെന്നൊക്കെ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു കൊടുത്തു. എനിവേ, നിങ്ങൾ കേൾക്കണം, അത്രയൊക്കെ സ്നേഹത്തോടും സൗമ്യതയോടും ഞാൻ ആ മനുഷ്യനോട് സംസാരിച്ചിട്ട് ഞാൻ അയച്ചു കൊടുത്ത കാര്യം അദ്ദേഹത്തിൻ്റെ ഫോണിൽ അദ്ദേഹം എടുത്തിട്ടില്ല, ഇതുവരെ എടുത്തിട്ടില്ല. ഒരു 5-6 മാസമായിക്കാണ് ഞാനത് അയച്ചു കൊടുത്തിട്ട്. ഇന്ന് വരെ അദ്ദേഹം അത് എടുത്തിട്ടില്ല. അദ്ദേഹം അത് കേട്ടിട്ട്, മര്യാദക്കാരനാണെങ്കിൽ എന്നോട് സംസാരിക്കുമല്ലോ, പാസ്റ്ററെ കേട്ടു, അതിനോട് യോജിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ വിശുദ്ധന്മാർ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് അത് മതി. ഓക്കെ, നമ്മൾ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ പോകുന്നുണ്ടോ എന്തെങ്കിലും കാര്യം? അങ്ങനെ പറയാമല്ലോ. അതല്ലേ ഒരു കോൺവെർസേഷൻ്റെ മര്യാദ എന്ന് പറയുന്നത്. അപ്പോൾ ആ മര്യാദകൾ ഇവരുടെ പല ആളുകളുടെ കയ്യിലുമില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അതിനൊന്നും മറുപടി കൊടുക്കാൻ പോകാതിരുന്നത്. നിങ്ങളിൽ പലരുമൊക്കെ ചിലപ്പോൾ നമ്മുടെ വീഡിയോയുടെ അടിയിലുള്ള കമൻസൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ളവർ കാണും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ പറയില്ലായിരുന്നു. എന്താ ഈ പാസ്റ്റർ ഇവരുടെ ചോദ്യത്തിനൊന്നും ഒരു മറുപടി കൊടുക്കാത്തതെന്ന് ആരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരമാണ്, അത് കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും. ഒരു പ്രയോജനം ഉണ്ടാകില്ല. കാരണം നമ്മൾ എവിടെയിട്ടാണ് അവരോട് മറുപടി പറയുക? നമുക്ക് മറുപടി പറയണമെങ്കിൽ അതിൻ്റെ ബേസ് മുതൽ തുടങ്ങണം. ഒരുവൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവരാജ്യത്തിൽ വരുന്നതും ദൈവരാജ്യത്തിലെ അവൻ്റെ വളർച്ചയും പുതിയ നിയമ ശുശ്രൂഷയുടെ രീതിയും, അങ്ങനെ ശുശ്രൂഷകന്മാർ ഇവർ കിടന്ന് ഊന്നി പറയുകയാണ്. ഇവരിവിടെ വന്ന് കിടന്ന് മല്ലി പിടിച്ച് പറയുകയാണ്, കല്യാണം കഴിച്ചവൻ ഒരുത്തൻ ശുശ്രൂഷക്കാരനാകാൻ പറ്റില്ലെന്നും പറഞ്ഞ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന മഹാപുരോഹിതനാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിപരിശുദ്ധ സ്ഥലത്ത് നിന്ന് ഇസ്രായേലിൻ്റെ മഹാപുരോഹിതൻ കല്യാണം കഴിച്ച് 3-4 പിള്ളേരും കൂടെ ഉണ്ടായിരുന്നു പുള്ളിക്ക്, അഹറോൻ എന്ന മഹാപുരോഹിതന്. എന്നിട്ടും അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തോടു കൂടെ നിന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിൻ്റെ ഇടപെടലും ഒക്കെ അനുഭവിക്കുവാനൊക്കെ കഴിഞ്ഞ ആളാണ്. അപ്പം അവിടെ മുതൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വചനത്തിൽ പറയുന്നില്ല വിവാഹം കഴിച്ചാൽ ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ പോകാൻ കഴിയില്ലെന്ന്. ഹാനോക്ക് വിവാഹിതനായിരുന്നു, കുടുംബസ്ഥനായിരുന്നു, അദ്ദേഹം ദൈവത്തോടു കൂടെ നടന്നു. പിന്നത്തേതിൽ നോഹ
അദ്ദേഹം വിവാഹിതനായിരുന്നു, കുടുംബസ്ഥനായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അബ്രഹാമിനെയാണ്. അബ്രഹാമും അതുപോലെയൊക്കെ തന്നെയായിരുന്നു, ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നുള്ള വിളിപ്പേര് വരെ ലഭിച്ചു. അങ്ങനെയാണ് മുൻപോട്ട് പോയത്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരുതരം മസ്തിഷ്കത്തിൽ അടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ശുശ്രൂഷകരെയൊക്കെ എനിക്കറിയാം ഒരളവിൽ. അതുപോലെ തന്നെ വെളിയിലുള്ള പെന്തക്കോസ്തിലെ ശുശ്രൂഷകരെ അറിയാം. രണ്ടും തമ്മിൽ തുലനം ചെയ്ത് നോക്കുമ്പോൾ ആനയാടും പോലെയുള്ള വ്യത്യാസമാണ്. മറ്റേതാ വെള്ളയുടെ പച്ച മാത്രമേ ഉള്ളൂ, ഇവിടെ അധികം വെള്ളയില്ലെന്നേ ഉള്ളൂ. ഇച്ചിരി കറുപ്പൊക്കെ ആയിരിക്കും, പാൻറ്റൊക്കെ കറുപ്പായിരിക്കും, അല്ലെ ഉടുത്തിരിക്കുന്ന മുണ്ടിനൊരു കറുത്തതോ ചുവന്നതോ ഒക്കെ ആയ വര കാണും. അതിന് കരയെന്ന് പറയും. ആ കരയുള്ളതിൻ്റെ പേരിൽ പുതിയ യെരൂശലേമിൽ എത്തില്ലെന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത്. മുണ്ടേലേ ഒരു വര കണ്ടല്ലോ, അതിനെ കര എന്ന് പറയും നമ്മൾ. ആ കരയുണ്ടെങ്കിൽ അങ്ങ് എത്തില്ലെന്നൊക്കെയാണ് അവർ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ചാവേറുകളെയൊക്കെ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവരോടുള്ള ദേഷ്യം കൊണ്ടൊന്നുമല്ല പറയുന്നത്, നിങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചോദ്യങ്ങൾ വന്നാൽ അതിന് മറുപടി പറയണമല്ലോ, അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളെ പറഞ്ഞത്. എനിവേ, ഞാൻ വീണ്ടും 12-ാം അധ്യായത്തിലേക്ക് വരികയാണ്. 12-ാം അധ്യായത്തിൽ സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ നമുക്ക് കാണാം, സൂര്യനെ അണിഞ്ഞ സ്ത്രീയെ. അതേസമയം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും ഒരു സ്ത്രീയെ കാണാം. സർവാഭരണ വിഭൂഷിതയായി ധൂമ്ര വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീ അവിടെയുണ്ട്. ആ സ്ത്രീയിലേക്ക് ഒടുക്കം 1-2 വാക്ക് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ആ സ്ത്രീയും ഈ സ്ത്രീയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ സ്ത്രീയെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണെന്നുള്ളത്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് 1-2 ദൈവദാസന്മാർ അവരുടെ ടീച്ചിങ്സ് അയച്ചു തന്നു. ഞാൻ അതിന് ഒരു താങ്ക്സ് പറയുകയാണ് അവരോട്. നമ്മൾ പ്രസംഗിച്ച പ്രസംഗം അവർ കേട്ടിട്ട് അവരെനിക്ക് അയച്ചു തന്നതാണ്. അതൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് എനിക്ക് വേണ്ടപ്പെട്ട 1-2 ദൈവദാസന്മാർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ അവരുമൊക്കെ അത് ശ്രദ്ധിച്ചു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ അതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നാൽ 1-2 കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നതും പൊതുവായി മറ്റ് ചിലരൊക്കെ പറയുന്നതും ആയ കാര്യങ്ങൾ വെച്ചിട്ട് 1-2 കാര്യം പറയാം. അതായത് അവരെല്ലാം പറയുന്നത് ആ സ്ത്രീ സഭയാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ പറഞ്ഞ് മുണ്ടുടുക്കുകയും ജുബ്ബയിടുകയും ചെയ്യുന്ന അവരും പറയുന്നത് സ്ത്രീ സഭയാണെന്നുള്ളതാണല്ലോ. അപ്പോൾ അതിന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാണ്, സഭയെ ഒരിക്കലും സ്ത്രീ എന്ന് വിളിക്കില്ല. ഇസ്രായേലിനെ സ്ത്രീ എന്ന് വിളിച്ചിട്ടുണ്ട്, വിധവയെന്ന് വിളിച്ചിട്ടുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവളെന്ന് വിളിച്ചിട്ടുണ്ട്, വേറെയും ചില കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. ഈ ഒരു കാര്യം പറയുമ്പോൾ ആ സഹോദരങ്ങൾ അവരുടെ നിലയിൽ അവർ വിശദീകരിച്ചു കൊണ്ടുവരുന്നത് വലിയ നിലയിലാണ്. അവർ അതിൻ്റെ പഠനങ്ങളും പഠിപ്പീരും ഒക്കെ ആയിട്ട് അവർ കൊണ്ടുപോകുന്നത്. ആ പഠിപ്പീരിൻ്റെ ഒക്കെ അടിയിൽ അവർ പറയുന്നുണ്ട്, അത്യാവശ്യം സ്നേഹത്തോടു കൂടിയുള്ള ഡിബേറ്റുകൾക്ക് വരെ അവർ തയ്യാറാണെന്നുള്ളത്. നമ്മളെന്തായാലും ആ ക്ഷണം സദയം നിരസിക്കുകയാണ്. നമുക്ക് ഡിബേറ്റുകൾക്ക് സമയമില്ല. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ അധിക സമയം നിന്നുകൊണ്ട് ഘോരഘോരം യുദ്ധം ചെയ്യാനും സമയമില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഞങ്ങൾ സുവിശേഷം അറിയിക്കുന്നവരാണ്, അതിൻ്റെ ആഴങ്ങൾ പറയാൻ പരിശ്രമിക്കുന്നു. അത് കഴിഞ്ഞ് ലേഖനങ്ങളിലൂടെ പഴയ നിയമത്തിൻ്റെ പിൻബലത്തിൽ ഒരുവനെ ക്രിസ്തു എന്ന തലയോളം വളർത്തുക, ദൈവത്തിൻ്റെ സകല നിറവിനോളം നിറയുക. അപ്പം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവത്തിലേക്ക് ഒരുവൻ വരുവാൻ ഈ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ധാരാളമാണ്. അത് കഴിഞ്ഞിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്, നിശ്ചയമായും ഉണ്ട്. എന്നാൽ അവിടെ ഒരു തർക്കത്തിനോ ഒരു ഡിബേറ്റിനോ ഒന്നും നമുക്ക് സമയമില്ലെന്ന് പറയാൻ കാരണം നമ്മുടെ മുമ്പിൽ ഈ പറഞ്ഞ കാര്യം നിൽക്കുകയാണ്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഉത്സാഹിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാന പെശകുകളുടെ പേരിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ വ്യാഖ്യാന സംബന്ധിയായ എററുകളാണല്ലോ പറയാനുള്ളത്. ഓരോരുത്തരുടെ വ്യാഖ്യാനങ്ങൾ മറ്റൊരാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിൽ വരുന്നത്. അടിസ്ഥാന തത്വങ്ങൾ ഒന്നായിട്ട് നിൽക്കണം. അതായത് ക്രിസ്തുവിലൂടെയുള്ള രക്ഷിക്കപ്പെട്ടവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങണം, അവൻ ആത്മാവിൽ നിറയപ്പെടണം, അതായത് ആത്മസ്നാനം പ്രാപിക്കണം, അതുപോലെ വിശുദ്ധ ജീവിതം നയിക്കണം, അവൻ ജയാളിയായി തീരണം, അവൻ പാപത്തിന് മരിച്ചവനായിരിക്കണം, പിന്നെ അവൻ ലോകത്തിന് മരിച്ചവനായിരിക്കണം, അവൻ സ്വയത്തിന് മരിച്ചവനായിരിക്കണം. ഇങ്ങനെ ഈ ഒരു നിലയിലെല്ലാം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോഴാണ് വെളിപ്പാട് പുസ്തകത്തിലല്ല തിമോഥെയോസിൻ്റെ ലേഖനത്തിലൊരു വാക്യമുണ്ട്. അതായത് പൗലോസ് തൻ്റെ അവസാന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, അല്ലേ എന്നൊക്കെയുള്ള കാര്യം താനെ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും വെളിപ്പാട് പുസ്തകത്തിലല്ല എഴുതിയിരിക്കുന്നത്, അത് തിമോഥെയോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, നമുക്ക് ലഭിക്കപ്പെട്ട ആ ബോധ്യങ്ങളിൽ നിന്ന് നമ്മൾ വചനം പഠിപ്പിക്കുന്നു, അതിലൂടെ നമ്മൾ മുൻപോട്ട് പോകുന്നു.
അപ്പോൾ തർക്കത്തിനൊന്നും സാധ്യതയില്ല. എന്നാൽ അവർ പറഞ്ഞ ഒരു കാര്യത്തിന് ഞാനൊരു മറുപടി പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല, ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതായത് സ്ത്രീയ സഭ എന്നുള്ള ആ ഒരു ചിത്രീകരണത്തോട് യോജിക്കാൻ കഴിയില്ല. അതേസമയം ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ആ പ്രിയപ്പെട്ട ദൈവദാസന്മാർ അവരുടെ ടീച്ചിങ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവർ പറയുന്നത് സഭയെ അമ്മയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. സഭയെ അമ്മയായിട്ട് ചിത്രീകരിക്കുന്ന ക്രൈസ്തവ ലോകത്തുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാത്തലിക് ചർച്ചാണ്. വേറെ ചർച്ചുകൾ അങ്ങനെ പറയുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ആ ഒരു മേഖലയിൽ അത്രയും കടന്നു പോയിട്ടില്ല. കാത്തലിക് ചർച്ച് സഭയെ അമ്മയായിട്ടാണ് വിളിക്കുന്നത്. അതേസമയം പെന്തക്കോസ്റ്റുകാർ സഭയെ മണവാട്ടിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. മണവാട്ടിയായിട്ട്, കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിൽ ചിത്രീകരിക്കുന്ന വ്യക്തി അമ്മയും കൂടെ ആകുന്നത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിനങ്ങനെ പറയാനായിട്ട് അവരെ പ്രാപ്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 26 വരെയുള്ള ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. മീതെയുള്ള യെരൂശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. ഈ വാക്യം വായിച്ചപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ചിന്ത വന്നിട്ടുണ്ടോ? എന്തായിരിക്കും ഈ വാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് അവിടെ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ഒരു ചിന്ത വന്നിട്ടുണ്ടോ? ഞാൻ മെസ്സേജിന് ഇടയ്ക്കൊന്ന് ചോദിച്ചതാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഭാഗം വായിക്കുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ഒത്തിരി സംശയം വന്നിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ പറയുന്നത്? സഭ കുഞ്ഞാടിൻ്റെ കാന്തയാണല്ലോ, അഥവാ മണവാട്ടി, നിയുക്ത മണവാട്ടി എന്ന നിലയിലാണല്ലോ ഇന്ന് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ ആ മണവാട്ടിയെ എങ്ങനെയാണ് അമ്മ എന്നുള്ള നിലയിൽ പരിഗണിക്കുന്നത് എന്ന ഒരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തോ എക്സ്ട്രാ ഓർഡിനറി മനുഷ്യരാണ്. ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. നിങ്ങൾക്ക് ആർക്കും ഇതൊന്നും വായിച്ചിട്ട് അങ്ങനെ തോന്നിയില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. എനിക്കതൊന്നൊരു വിസ്മയമായിപ്പോയി, അത്ഭുതം എന്ന് വേണേൽ പറയാം. ഓക്കെ, അപ്പോൾ 21 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ 2 പ്രമാണങ്ങളെക്കുറിച്ചാണ് അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത്. ഈ ഗലാത്യ ലേഖനത്തിൻ്റെ എഴുത്ത് തന്നെ എന്തിനാണെന്ന് ചിന്തിക്കുക. ഈ ഗലാത്യ ലേഖനത്തിൻ്റെ എഴുത്തിൻ്റെ പിന്നിലുള്ള പശ്ചാത്തലം നമുക്കറിയാം. അതായത് യെരുശലേമിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർ ഗലാത്യയിൽ കടന്നു വന്ന് ജനത്തെ ന്യായപ്രമാണം അനുസരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ലേഖനത്തിൽ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു വരികയാണ്. പല കാര്യങ്ങളും പറഞ്ഞു വന്നിട്ട് 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ന്യായപ്രമാണത്തിന് കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നു. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകൻ വാഗ്ദത്തപ്രകാരവും ജനിച്ചവൻ. അതായത് ഹാഗാറിലൂടെ ജനിക്കപ്പെട്ടവൻ ഇസ്മായേൽ, അവൻ ജഡപ്രകാരം ജനിച്ചു. അടുത്തത് സാറയിലൂടെ ജനിക്കപ്പെട്ട ഇസഹാക്ക്, അവൻ വാഗ്ദത്തപ്രകാരം ജനിച്ചവനാണ്. ഇത് 2 പ്രമാണങ്ങളാണ്, 2 നിയമങ്ങളെ കാണിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു ഭാഷയിൽ അവിടെ പൗലോസിലേക്ക് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. സഭ അമ്മയാണെന്നുള്ളത് പറയാനല്ല ആ വാക്ക് ഉപയോഗിച്ചത്. 2 അമ്മമാരെയാണ് അവിടെ കോട്ട് ചെയ്യുന്നത്. ഒരമ്മ ഹാഗാറും മറ്റേ അമ്മ സാറയുമാണ്. എന്നിട്ട് പറയാണ് അത് ഇന്നത്തെ യെരുശലേമിനോട് ഒക്കുമെന്നാണ് പറയുന്നത്. അതേസമയം സാറയിലൂടെ പുറത്തേക്ക് വന്ന ഇസഹാക്ക്, ആ ഇസഹാക്ക് എന്ന് പറയുന്നത് സ്വതന്ത്രയുടെ മകൻ എന്നുള്ള നിലയിലാണ് കാണുന്നത്, അല്ലേ? സാറയിലൂടെ വന്ന ഇസഹാക്ക് സ്വതന്ത്രയാണ്. അതാണ് നമ്മുടെ അമ്മ, മീതെയുള്ള യെരുശലേം എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം സഭ പ്രസവിച്ചുണ്ടായ മക്കളാണ് നമ്മളെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ എടുക്കാൻ പറ്റുമോ സഹോദരങ്ങളെ? നമ്മളിത് എങ്ങനെയാണ് അങ്ങനെ പഠിക്കുന്നത്? നമ്മളല്ലേ സഭ? നമ്മൾ തന്നെയാണോ നമ്മളെ പ്രസവിക്കുന്നത്? സഭയെന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ പ്രസവിക്കുന്നത്? നമ്മളെ അമ്മ എന്നുള്ള നിലയിലല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, നമ്മളെ നിയുക്ത മണവാട്ടി എന്നുള്ള നിലയിലാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വരുമ്പോൾ നമ്മൾ ആ മണവാട്ടി എന്ന നിലയിലാണ് അവൻ്റെ മുമ്പിൽ എത്തേണ്ടത്. അപ്പോൾ ഈ പഠനത്തിൽ ഒരു താരതമ്യ പഠനമാണ് കൊണ്ടുവരുന്നത്. താരതമ്യ പഠനം, അതായത് ഹാഗാറിനെയും സാറയും മുൻനിർത്തിക്കൊണ്ട് അന്ന് ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ഈ പഠനത്തിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്ന കാര്യമെന്ന് പറയുന്നത്, ഇത് എഴുതുന്ന കാലഘട്ടത്തിലെ യെരുശലേമിനെ സീനായി മലയിൽ അടിമകളെ പ്രസവിക്കുന്ന ഹാഗാറിനെ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്.
ഇത് എഴുതുന്ന കാലഘട്ടത്തിലെ യെരുശലേം എന്ന് പറയുന്നത് അടിമകളെ പ്രസവിക്കുന്ന സീനായി മലയെ കുറിക്കുന്ന രീതിയിലാണ് ചേർത്ത് വെച്ച് പറയുന്നത്. അതേസമയം സാറയുമായി ബന്ധപ്പെടുത്തി വളരെ കൃത്യതയോടെ പറയുന്നത് യഥാർത്ഥ വീണ്ടുജനനം പ്രാപിച്ച കൃപയുടെ പ്രമാണം. അതാണ് 2 പ്രമാണമാണ് അവിടെ കാണിക്കുന്നത്. ഹാഗാർ കാണിക്കുന്നത് ന്യായപ്രമാണവുമായി ബന്ധപ്പെടുത്തി, സാറയെ കാണിക്കുന്ന കൃപയുടെ പ്രമാണവുമായി ബന്ധപ്പെടുത്തിയാണ്. ഹാഗാർ ന്യായപ്രമാണമായിട്ട് വേറെ ബന്ധമില്ല വേറെ ഭാഗത്ത്. പക്ഷേ ഈ ഒരു പാരഗ്രാഫിൽ മാത്രമാകട്ടോ നമ്മൾ അങ്ങനെ പറയുന്നത്. മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, സഭയെ ഒരിക്കലും സ്ത്രീ എന്നുള്ള നിലയിൽ വിളിക്കുന്നില്ല, സഭയെ അമ്മയെന്ന് വിളിക്കുന്നില്ല. ആ പഠനം അതിൻ്റെ കൂടുതൽ തർക്കത്തിനും വാദത്തിനും വിളിച്ചാലും നമുക്ക് താല്പര്യമില്ല വരാനെന്ന് പറയാൻ കാരണം എന്താ? അടിസ്ഥാനത്തിൽ തന്നെ മറിഞ്ഞിരിക്കുകയാണ്. അടിസ്ഥാനം തന്നെ തെറ്റിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ തുടർ ചർച്ചകൾക്ക് താല്പര്യമില്ല. അപ്പം വേറെ 1-2 വാക്യം കൂടെ ഒന്ന് വായിക്കാം. അതായത് വേറെ 1-2 വാക്യം കൂടെ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 54 വേഴ്സ് 4. യെശയ്യാവ് 54-ന്റെ 4. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകുകയില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകുകയില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും, നിന്റെ വൈധവ്യത്തിലെ നിന്ന് നീ ഇനി ഓർക്കുകയുമില്ല. ഇസ്രായേലിനെ തൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ഈ വാക്യവും അതിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും ചിത്രീകരിക്കുന്നത്. യഹോവയായ ദൈവത്തിൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ഇസ്രായേലിനെ ചിത്രീകരിക്കുന്നത്. അതേസമയം സഭയെ ഒരിക്കലും അങ്ങനെ വിളിക്കുന്നില്ല, ഭാര്യ എന്ന് വിളിക്കുന്നില്ല. അതേസമയം സഭയെ എപ്പോഴും കന്യക എന്ന നിലയിലാണ് പരിഗണിക്കുന്നത്, ഭാര്യ എന്ന നിലയിലല്ല. അത് വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് കുഞ്ഞാടിൻ്റെ കാന്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഭാര്യ എന്നുള്ള നിലയിലെ ആ ഒരു നില കൈവരുന്നത്. അതുവരെ സഭയെ കന്യക എന്നുള്ള നിലയിലാണ് വിളിക്കുന്നത്, സ്ത്രീ എന്നോ മറ്റു പേരുകളൊന്നും ഉപയോഗിക്കുന്നില്ല. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-14. വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ്. ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ 2 പേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊക്കെ സ്ത്രീ എന്നുള്ള നിലയിൽ ഇസ്രായേലിനെ പരിഗണിക്കുന്ന കാര്യമാണ്. അതിനോടുള്ള ബന്ധത്തിൽ യിരെമ്യാവ് തന്നെ 31-32 വായിക്കേണ്ട, നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നോട്ട് ചെയ്തോ. യിരെമ്യാവ് 31-32, പിന്നീട് ഹോശയ 2-2. അപ്പം നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടെത്തിയൊരു കാര്യമുണ്ട്. ഇസ്രായേലിനെയാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്, ഇസ്രായേലിനെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ട്, വിധവയെന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ വിളിച്ചിട്ടുണ്ട്. അതൊന്നും സഭയ്ക്ക് യോജിക്കുന്ന വാക്കുകളല്ല. അപ്പോൾ ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണുന്നത് ജോസഫ് കണ്ട ദർശനവുമായി കണക്ട് ചെയ്താണ്. അത് ഇസ്രായേലിനോടാണ് യോജിക്കുന്നത്. അതുപോലെ വേറെയും പല കാര്യങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് പറയാനുണ്ട്. അപ്പം അത് കഴിഞ്ഞ ആഴ്ച മനസ്സിലായില്ലെന്ന് പറഞ്ഞ ആളുകൾക്ക് ഞാൻ ഇന്ന് ഒന്നുകൂടെ പറയാണ്. ഇനി അടുത്ത ആഴ്ച ഏതായാലും ഈ ഭാഗം നമ്മൾ പറയാനായിട്ട് വരുന്നില്ല. കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞവരോടാണ് പറയുന്നത്. ഈ കാരണങ്ങളാലെല്ലാം ധാരാളം വാക്യങ്ങളുണ്ട്. അത് നിങ്ങൾ തന്നെ അന്വേഷിക്കുക, കണ്ടെത്തുക. ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എവിടെയെല്ലാമാണെന്നുള്ളത് അന്വേഷിക്കുക, മനസ്സിലാക്കുക. അടുത്തത് ഈ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി, അവിടെയാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ നിൽക്കുന്നത്. സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ മുണ്ടെടുക്കുന്നവരുടെ കൂട്ടം പറയുന്നത് അവരുടെ വിശുദ്ധന്മാരാണ്. സ്ത്രീ എന്ന് പറയുന്നത് ഈ സഭയാണ്, കൈവിടപ്പെട്ടു പോകുന്ന സഭയാണ്. നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ ഒരു സഭാ സമൂഹം കൈവിടപ്പെട്ടു പോയി മരുഭൂമിയിലുള്ള കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് അങ്ങനെ നമ്മളൊരു പരുവത്തിലായി പോകുന്നുള്ളതാണ് അവർ ചിന്തിച്ചിരിക്കുന്നത്. അവരുടെ മൂപ്പന്മാരൊക്കെ ആൺകുട്ടി എന്ന നിലയിലേക്ക് സിയോനിലേക്ക് എടുക്കപ്പെടും. അപ്പോൾ തന്നെ ഒരു ലോക തമാശയുണ്ട് കേട്ടോ. അവരുടെ വിശ്വാസികൾ സിയോനിലേക്ക് എത്തില്ല, കാരണം എല്ലാം കല്യാണം കഴിച്ച് ഒറ്റ ഒരുത്തിനെ അങ്ങോട്ട് കേട്ടില്ല. അവരൊക്കെ പുതിയ യെരുശലേം കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കേണ്ടി വരും. അതേസമയം അവരുടെ ചർച്ചിൻ്റെ മൂപ്പന്മാരൊക്കെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ എഴുതിയിരിക്കുന്ന വാക്യം, കടന്നു വരുവിൻ, ഇവിടെ കടന്നു വരുന്നവരെ എല്ലാം ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുമെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ വരുന്ന മണ്ടന്മാരെ അറിയുന്നുണ്ടോ, ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും ഇവർ ക്രിസ്തുവിൽ തികഞ്ഞവരാകുന്നില്ല. കാരണം വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ചു വരുമ്പോൾ മുൻ സീറ്റിൽ ഭാര്യയുണ്ട്, പിൻ സീറ്റിൽ പിള്ളേർ 5 ഉണ്ട്. അപ്പോൾ ഇവരെങ്ങനെ ക്രിസ്തുവിൽ തികഞ്ഞവരാകാനാണ്? വിവാഹിതരായി ഇവർക്ക് ഒരിക്കലും ആകാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ അവർ അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരളവിൽ ഞങ്ങൾ ശ്രമിച്ചു നോക്കാം,
പക്ഷെ നടക്കാത്ത കാര്യമാണ്. നിങ്ങൾ വിറ്റവരുമല്ല വിട്ടവരുമല്ല, നിങ്ങൾ വിവാഹിതരാണ്. അങ്ങനെ പല ലോകചിന്തകളും ലോകമോഹങ്ങളും ഒക്കെ ഉള്ളവരാണ്. മറ്റവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. നിങ്ങൾ പാൻറ്റും ഷർട്ടും ഇടും, നിങ്ങൾ ചാരി ഉടുക്കും, ചുരിദാർ ഇടും, വേണേൽ പാൻറ് ഇടും, ജീൻസ് ഇടും, അങ്ങനെയൊക്കെ ഇടുമല്ലോ. ജീൻസ് ഇട്ട ഒരാളെ പുതിയ യെരൂശലേമിൽ കയറ്റാൻ പറ്റുമോ? ജീൻസ് എപ്പോഴെങ്കിലും ഇട്ട ഒരാളെ സിയോനി കയറ്റാൻ പറ്റുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാലും ഞങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കും ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കും എന്നുള്ളത്. ഞാനിപ്പോൾ വെളിപ്പാട് ദിവസം 12-ാം അധ്യായം പിന്നെയും തുറന്നു വെച്ചിരിക്കുക. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ആൺകുട്ടിയോടുള്ള ബന്ധത്തിലും സ്ത്രീയോടുള്ള ബന്ധത്തിലും പല പഠിപ്പീരുണ്ടെന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചു, കത്തോലിക്ക സമൂഹം പറയുന്നത് ഈ സ്ത്രീ എന്ന് പറയുന്നത് വിശുദ്ധ മറിയയാണെന്നും ആൺകുട്ടി യേശുക്രിസ്തു ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് അവർ ഒരു അക്ഷരീക പ്രസവമാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളതാണ്. 4-ാം വാക്യത്തിൻ്റെ പകുതിയിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകലജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവർ പറയുന്ന തത്വമായിട്ട് ഇതൊന്നും യോജിക്കുന്നതല്ല. യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അവിടെ സർപ്പം തിന്നുകളയാനായിട്ട് വാ പിളർന്നൊന്നും നിന്നില്ല. അതായത് സർപ്പം ആൺകുട്ടിയെ തിന്നുകളയുവാൻ നിന്നു എന്നുള്ളതിന് അവർ വ്യാഖ്യാനിക്കുന്ന ഹെരോദാവിനെ കുറിച്ചിട്ടാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് വിദ്വാൻമാർ അവിടെ വരുന്നതും, അഥവാ വൈസ്മെൻസ് വിദ്വാൻമാർ അവിടെ വരുന്നതും, അവർ ഈ കുട്ടിയെ അന്വേഷിക്കുന്നതും, അങ്ങനെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തുന്നതും, ഹെരോദാവ് അവരോട് കുട്ടിയെ കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ മടങ്ങി വരിക, മടങ്ങി വന്ന് എന്നെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും കുട്ടിയൊക്കെ കണ്ട് കുട്ടിയെ ആരാധിച്ച് അവർ വന്ന വഴിക്ക് തിരിച്ചുപോയി. ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലെത്തിയില്ല. അങ്ങനെ ഹെരോദാവ് അവരാൽ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായതുകൊണ്ട് ഹെരോദാവ് ഒരു വിളംബരം അങ്ങ് പുറപ്പെടുവിച്ചു. അങ്ങനെ 2 വയസ്സിൻ്റെ പരിസരത്തുള്ള കുട്ടികളെ എല്ലാം കൊന്നുകളയുവാനായിട്ട് ഹെരോദാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. അതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? അത് ഈ കുട്ടിയെ പ്രസവിച്ച സമയത്ത് ഹെരോദാവ് അങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞില്ല. കത്തോലിക്കർക്ക് ഇതൊന്നും അറിയില്ല. പാവങ്ങൾ, ശരിക്കും പാവങ്ങളാണ് കേട്ടോ. അവർക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ചീത്ത പറയാനറിയാം. അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനം കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം സംഭവിച്ച കാര്യമാണത്. അപ്പോൾ അതൊന്നും അവരുമായിട്ട് ഇത് യോജിക്കില്ല. അതുകൊണ്ട് ഇതൊന്നും ഹെരോദാവായിട്ടോ അവർ പറഞ്ഞ രീതിയിലോ വിശുദ്ധ മറിയോ യേശുക്രിസ്തുവായിട്ടോ ഒന്നും ഇത് യോജിക്കുന്ന കാര്യങ്ങളല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലെന്നൊക്കെ ചിലർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോഴും ഓരോ തവണയും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അതിന് മുൻപ് പറയുമ്പോൾ ക്ലാരിറ്റി കിട്ടാത്ത ഭാഗങ്ങൾ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. അത് കഴിഞ്ഞ് സഹോദരങ്ങളെ, ഇവിടെ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയ കാര്യം നമ്മൾ വായിച്ചല്ലോ. ഈ വായിച്ച വാക്യപ്രകാരം നമ്മളതിൻ്റെ ശരിയായ വിശകലനത്തിലേക്ക് ഒന്നുകൂടി വരികയാണ്. അതായത്, പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയുവാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. അവൾ സകലജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ പറയപ്പെടുന്ന കാര്യം യേശുക്രിസ്തുവുമായിട്ടും യോജിക്കുന്നതല്ലെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞു. ഒന്നുകൂടെ പറയാണ്, ഇത് യേശുക്രിസ്തുവായിട്ട് യോജിക്കില്ല. കാരണം 33 വയസ്സ് വരെ യേശുക്രിസ്തു ഈ ഭൂമിയിലുണ്ടായിരുന്നു. പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുകയല്ലായിരുന്നു. അത് തന്നെയല്ല, ഇനി അത് അങ്ങനെ നമ്മൾ ഒരു അളവിൽ വാദത്തിന് സമ്മതിച്ചാൽ, ഈ ആൺകുട്ടിയെ പ്രസവിച്ചതാരാ? സ്ത്രീയാണ്. സ്ത്രീ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ആണെന്നുള്ളതാണ് പൊതുവായ പെന്തക്കോസ്റ്റ് ലോകത്തെ ഒരു വ്യാഖ്യാനം, അല്ലെങ്കിൽ ഒരു പഠിപ്പീരെന്ന് പറയുന്നത് ഇസ്രായേൽ ആണെന്നുള്ളതാണ്. നമ്മളും അതിനോട് യോജിക്കുന്നു. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ അന്ന് ഇങ്ങനെ ഓടിപ്പോകേണ്ട സാഹചര്യം വന്നോ? യേശുക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ട എന്തെങ്കിലും സാഹചര്യം വന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ബൈബിളിൽ അങ്ങനെ എന്തെങ്കിലും സൂചനയുണ്ടോ? ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ അതെങ്ങനെ യോജിക്കുമെന്നുള്ളതാണ്. ഇങ്ങനെയാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്ന് പറയുന്ന ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അങ്ങനെ ഓടിപ്പോയിട്ടില്ല. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അതായത് ഞാൻ പെന്തക്കോസ്റ്റ് ലോകത്തുള്ളൊരു ടീച്ചിങ്ങുമായി ബന്ധപ്പെടുത്തിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ സ്ത്രീ ഇസ്രായേൽ ആണെന്നും ആൺകുട്ടി യേശുക്രിസ്തു ആണെന്നും പറഞ്ഞാൽ അന്ന് ഇസ്രായേൽ ഇങ്ങനെ ഓടിപ്പോയോ എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി കൊടുക്കും? അത് തന്നെയല്ല, വെളിപ്പാട് ദിവസം പഠിക്കുമ്പോൾ ആദ്യത്തെ 3 അധ്യായം കഴിഞ്ഞാൽ പിന്നീടുള്ള അധ്യായങ്ങളെല്ലാം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. ഒന്നും ഭൂതകാല കാര്യങ്ങളല്ല, എല്ലാം ഭാവികാല കാര്യങ്ങളാണ്. ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ഭാവികാല കാര്യങ്ങളാണ് യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നത്. മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പം മേലാൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും? അതൊരു തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ ഇത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഈ 12-ാം അധ്യായത്തിൽ ഈ സ്ത്രീ പ്രസവവേദനപ്പെടുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീ പ്രസവവേദനപ്പെടുന്ന കാര്യം പറയുന്നുണ്ട്. പ്രസവവേദനയോടുള്ള ബന്ധത്തിൽ, അതായത് അത് പല നിലകളിലെ വ്യാഖ്യാനിക്കുന്നത്. സഭയ്ക്കൊരു പ്രസവവേദനയുണ്ടെന്നുള്ള രീതിയിൽ. റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ? അതായത് പുത്രത്വത്തിന് വേണ്ടി ഞെരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു, അതൊരു പ്രസവവേദന എന്നുള്ള നിലയിൽ പഠിപ്പിക്കുന്ന കൂട്ടങ്ങളുണ്ട്. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണെന്നുള്ളത് നമുക്ക് തുറന്നു പറയാൻ കഴിയും. അതായത് സഭ പ്രസവവേദനപ്പെടുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ കഴിയില്ല. അതേസമയം പഴയ നിയമത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനത്തെ വാക്കുകൾ പലപ്പോഴായിട്ട് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് കഷ്ടതയുമായി ബന്ധപ്പെട്ട്, ഹാർഡ്ഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. ട്രവയിൽ എന്ന് പറയുന്ന ഒരു വാക്ക് കഷ്ടതയുമായി ബന്ധപ്പെട്ട് അഥവാ ഹാർഡ്ഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ആ വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത്. അതിന് 1-2 വാക്യങ്ങളുണ്ട്. ആ വാക്യങ്ങൾ പുറപ്പാട് ദിവസം 18:8 വായിച്ചേ. മോശ തന്റെ അമ്മായിയപ്പനോട് യഹോവ ഇസ്രായേലിന് വേണ്ടി ഫറവോനോടും മിസ്രയീമിനോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസം, അതായത് ഹാർഡ്ഷിപ്പ്, കഷ്ടതകൾ, അതൊരു പ്രസവവേദനയോട് തുല്യമായ നിലയിലുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 20:14 കൂടെ വായിച്ചേ. സംഖ്യ 20:14. 15 വായിച്ചേ. ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ പോയി ഏറെ കാലം പാർത്തു. മിസ്രയീമർ ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും പീഡിപ്പിച്ചു. ഓക്കെ, നമ്മളിപ്പോൾ വായിച്ചത് സംഖ്യ 20:15 14 ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷേ അത് 15 വരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച വാക്യം വരുന്നത്. ഞങ്ങൾക്കുണ്ടായ കഷ്ടതയൊക്കെയും നീ അറിഞ്ഞിരിക്കുന്നുവല്ലോ. അതിനുപയോഗിക്കുന്ന വാക്ക് ഈ പ്രസവവേദനയുമായി ബന്ധപ്പെട്ട വാക്കാണ്. അപ്പം പറഞ്ഞു വന്നത്, സ്ത്രീയുടെ പ്രസവവേദനയുമായി ബന്ധപ്പെട്ടാണല്ലോ പറഞ്ഞത്. അവൾ സകല ജാതികളെ ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ആൺകുട്ടിയെ പ്രസവിച്ചു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ഈ ഒരു വാക്യവും ഇരുമ്പുകോൽ കൊണ്ട് മേയ്ക്കുക എന്നുള്ള ആ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജ് കഴിഞ്ഞിട്ട് നമ്മൾ 1.5-2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ കുറച്ച് പേരോട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഇത് പറയാനായിട്ട് പറ്റിയില്ല. അപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്, അത് പൊതുവിൽ പബ്ലിക്കായിട്ട് പറയാം എങ്കിലാണല്ലോ ആ സംശയമുള്ള ആളുകൾക്ക് അതൊരു ക്ലിയറായി കിട്ടുകയുള്ളൂ എന്നോർത്തിട്ടാണ് ഞാൻ ഇന്ന് ഈ ഭാഗത്തേക്ക് പറഞ്ഞു വരുന്നത്. അതായത് ആൺകുട്ടി യേശുക്രിസ്തു അല്ല, അത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഒരു വിശേഷപ്പെട്ട ഗ്രൂപ്പാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. വിശേഷപ്പെട്ട ഗ്രൂപ്പ്, മുദ്രയേൽക്കപ്പെടുന്നവരാണ്. അത് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്കും കാര്യപരിപാടിക്കും വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ആളുകളാണ് ആ പറയപ്പെട്ട ആൺകുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ അവർ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ സാധാരണ നല്ല രീതിയിൽ വചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം സിംഹാസനം യേശുക്രിസ്തുവിനും തൻ്റെ സഭയ്ക്കുമുള്ളതാണ്. സിംഹാസനം യേശുക്രിസ്തുവിനും തൻ്റെ സഭയ്ക്കുമുള്ളതാണ്. അത് വെളിപ്പാട് ദിവസത്തിൽ നമ്മൾ കാണുകയാണ്. ജയിക്കുന്നവൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകുമെന്ന്. അത് പുതുനിയമ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ തന്നെയാണ് വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിലെ ആ വാക്യം. നിശ്ചയമായും അവരാണ് സിംഹാസനത്തിൽ എത്തപ്പെടുന്നത്. അതായത് കുഞ്ഞാടിൻ്റെ കാന്തയാണ് സിംഹാസനത്തിൽ എത്തപ്പെടുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഈ 12-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ സ്ത്രീ പ്രസവിച്ച ആൺകുട്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവിടുത്തെ സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് തെറ്റിദ്ധാരണ വരുന്നത് എവിടെയാണെന്ന് അറിയാവോ? ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ സൗരങ്ങളെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടുള്ളവരുണ്ടെങ്കിൽ വേഗം ഒന്ന് മടങ്ങി വരണം. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഗൗരവമായ കാര്യം പറയാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രാക്കിലേക്ക് വേഗം വരിക. നമ്മൾ ഈ കാര്യം വിശദീകരിക്കാൻ പോകുമ്പോൾ ഇത് വെളിപ്പാട് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകം പുതിയ നിയമത്തിൻ്റെ ഭാഗമാണ്. പുതിയ നിയമത്തിൻ്റെ ഭാഗമായ വെളിപ്പാട് പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നൊരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ തലയ്ക്കകത്ത് പെട്ടെന്ന് കയറി വരുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് സിംഹാസനം യേശുക്രിസ്തുവിനും തൻ്റെ സഭയ്ക്കും ഉള്ളതാണ്, ജയം കൊണ്ട വിശുദ്ധന്മാർക്കുള്ളതാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ചിന്ത വരും. സഹോദരങ്ങളെ, നിങ്ങൾ ആ ചിന്ത മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കാര്യം ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഈ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലെന്ന് മനസ്സിലാക്കുക. ഇത് സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. സഭ എടുക്കപ്പെട്ടതിന് ശേഷം പിന്നീടുള്ള 7 വർഷക്കാലം,
ആ 7 വർഷക്കാലത്തിൻ്റെ 3.5 വർഷം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പിൽ നടക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത്. ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇസ്രായേലുമായി ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾക്കൊന്നും പുതിയ നിയമ വ്യാഖ്യാന രീതിയല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പഴയ നിയമത്തെ ആശ്രയിക്കും, പഴയ നിയമത്തിലെ കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 3:17 ഇതിനോടനുബന്ധിച്ചൊന്ന് വായിക്കാം. ജെറമായ 3:17 ആ വാക്യം വായിച്ചിട്ട് ഈ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടതിൻ്റെ പ്രാധാന്യം, പ്രത്യേകത അവിടെ നമുക്കൊന്ന് വിശദീകരിക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു, ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പുതിയ നിയമത്തിൻ്റെ വ്യൂവിൽ കാണരുത്. ഇത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് സപ്പോർട്ടിംഗ് വേർഡ്സ് എല്ലാം നമ്മൾ എടുക്കുന്നത് പഴയ നിയമ ഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. യിരെമ്യാവ് 3:17 വായിച്ചേ. ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. സകല ജാതികളും അവിടേക്ക് യെരുശലേമിലേക്ക് തന്നെ യഹോവയുടെ നാമനിമിത്തം വന്നു ചേരും. ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ഇതെങ്ങനെ നമ്മൾ പഠിക്കുന്നേ? വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെ ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു. യിരെമ്യാവ് 3:17 നമ്മൾ വായിക്കുന്നു, ആ കാലത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. ആ കാലം എന്ന് പറഞ്ഞാൽ, അതായത് എതിർ ക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണം ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടുന്ന സമയം, ഏതാണ്ട് അവസാനിക്കുകയാണല്ലോ. അതേതാണ്ട് അവസാനിക്കുന്ന സമയത്ത് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന്, അതായത് യേശു ക്രിസ്തു സകല വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിലേക്ക് വന്ന് യെരുശലേമിൽ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വയ്ക്കും. അങ്ങനെ വെച്ചുകൊണ്ടാണ് യെരുശലേം കേന്ദ്രമാക്കിക്കൊണ്ട് മുഴു ലോകത്തെയും താൻ ഇരുമ്പ് കോൽ കൊണ്ട് മേയ്ക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഭരിക്കാൻ പോകുന്നത്. മേയ്ക്കുക എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടെ കൃത്യമായ ഒരു ഭാഷാന്തരം എന്ന് പറയുന്നത് ഭരിക്കുക എന്നുള്ളതാണ്, റൂളിങ്. അപ്പോൾ അങ്ങനെ താൻ ഭരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ സമയത്തെക്കുറിച്ച് യിരെമ്യാവ് പ്രവചനാത്മാവിൽ എഴുതി വച്ചിരിക്കുകയാണ്. ആ സമയത്ത് യെരുശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. അപ്പോൾ ഈ വിശേഷപ്പെട്ട മുദ്രയേൽക്കപ്പെട്ട ആ ഒരു കൂട്ടം ആളുകൾ, അവരെയാണ് ആൺകുട്ടി എന്ന് വിളിക്കുന്നത്. ആ ആൺകുട്ടി എങ്ങോട്ടാണ് എടുക്കപ്പെട്ടത്? അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്. അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളൊരു അർത്ഥത്തിലല്ല. അത് വെളിപ്പാട് ദിവസം 7-ാം അധ്യായത്തിൻ്റെ തുടക്കം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. 7-ാം അധ്യായത്തിൻ്റെ തുടക്കം നോട്ട് ചെയ്ത് വെച്ചോ, ഇപ്പോൾ വായിക്കുന്നില്ല. 7-ാം അധ്യായത്തിൻ്റെ തുടക്കം വായിക്കുമ്പോൾ ഭൂമിക്കും അതുപോലെ സകല കാര്യങ്ങൾക്കും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച ദൂതന്മാർ വരികയാണ്. അങ്ങനെ അവരതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു ദൂതൻ പറയുകയാണ്, അതായത് ഈ പറയപ്പെട്ട ഈ 12 ഗോത്രത്തിൽ നിന്നും മുദ്രയേൽക്കുന്ന 1,44,000 എന്ന് പറയുന്ന 1,44,000 എന്ന് പറയുന്ന ആ ഗ്രൂപ്പ്, വിശേഷപ്പെട്ട ഗ്രൂപ്പ്, അവർക്കൊരു കേടും വരുത്തരുതെന്നാണ് പറയുന്നത്. അവർക്ക് യാതൊരു കേടും വരുത്തരുത്. അവരെ മുദ്രയിടുകയാണ്. മുദ്രയിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവരെ സീൽ ചെയ്യുകയാണ്. സീൽ ചെയ്ത് കവർ ചെയ്യുകയാണ്. സീലിങ്ങിലൊരു കവറിങ് ഉണ്ട്, മനസ്സിലാക്കുക. സീലിങ്ങിൽ എന്തുണ്ട്? ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ആ കവറിങ്ങിലേക്ക് അവർ വരികയാണ്. ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീയെക്കുറിച്ചും ആൺകുട്ടിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. സ്ത്രീയുടെ കാര്യത്തിൽ എന്താ കാണുന്നത്? സ്ത്രീയുടെ കാര്യത്തിൽ അതിൻ്റെ 12-13-14 വാക്യത്തിലേക്ക് വരുമ്പോൾ, തന്നെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് മഹാസർപ്പം കണ്ടിട്ട് ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ ഉപദ്രവിച്ചു തുടങ്ങി. അപ്പോൾ സ്ത്രീക്ക് മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകേണ്ടതിന് വലിയ കഴുകിൻ്റെ 2 ചിറക് ലഭിച്ചു. അവിടെ അവളെ സർപ്പത്തോടുകൂടെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. അപ്പോൾ ഈ ചിറകും ചിറകിൻ മറവിലുള്ള സൂക്ഷിപ്പും ഒക്കെ നമ്മൾ പുസ്തകം പഠിക്കുമ്പോൾ, അതായത് പഴയ നിയമം പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമാണ്. യഹൂദന്മാർക്ക് അറിയാവുന്ന കാര്യങ്ങളാണത്. അതായത് യഹോവയായ ദൈവം അവരെ ചിറകിൻ മറവിൽ മറയ്ക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. സങ്കീർത്തനത്തിലൊക്കെ വാക്യങ്ങളുണ്ടല്ലോ, ഒത്തിരി വാക്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സമയം പോയതുകൊണ്ട് ഇനി ഒന്നും എടുക്കുന്നില്ല. അതായത് ചിറകിൻ മറവിൽ മറയ്ക്കുമെന്നുള്ള കാര്യങ്ങൾ, അതായത് അവരുദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, യഹോവയായ ദൈവത്തിൻ്റെ സിംഹാസനം കെരൂബുകളിൽ മീതെയാണ്. കെരൂബുകൾക്ക് ചിറകുണ്ട്. ആ ചിറകിൻ്റെ മറവിലുള്ള ആ ഒരു സംരക്ഷണത്തെയാണ് അത് കാണിക്കുന്നത്, ചിറകിൻ്റെ മറവിലുള്ള സംരക്ഷണത്തെ. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത്, ഈ ആൺകുട്ടിയെ സംബന്ധിച്ച് അവരൊരു വിശേഷപ്പെട്ട ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. അവരെ മുദ്രയിടുകയാണ്, അതായത് സീൽ ചെയ്യുകയാണ്, അവരെ കവർ ചെയ്യുകയാണ്, അവർക്ക് യാതൊരു ദോഷവും തട്ടാതെ വണ്ണം സൂക്ഷിക്കുകയാണ്. അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയല്ല, ഈ ഭൂമിയിൽ തന്നെ സൂക്ഷിക്കുകയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ തന്നെ സൂക്ഷിക്കപ്പെട്ട അവർ പെട്ടെന്ന് സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരുകയാണ്. 3.5 കൊല്ലത്തെ എതിർ ക്രിസ്തുവിൻ്റെ ആ
കലുഷിതമായ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 7 വർഷമാണ്, അതിലെ അവസാനത്തെ 3.5 വർഷക്കാലത്ത് കലുഷിതമായ ഭരണം പെട്ടെന്ന് അവസാനിപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തു എതിർ ക്രിസ്തുവിനോട് പടവെട്ടി അവനെ പരാജയപ്പെടുത്തുകയും ഈ ഭൂമിയിൽ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനം വെച്ച് ഈ ഭൂമി 1000 വർഷം ഭരിക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിലാണ് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടത്. ആ ആൺകുട്ടി യേശുക്രിസ്തു ആണെന്ന് ശഠിക്കുന്നതും ഉറപ്പിച്ചു പറയുവാനുമായിട്ട് പരിശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ്. ആരെയും തെറ്റു പറയാൻ പറ്റില്ല. ഞാനും അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നതും പഠിച്ചിരുന്നതും പ്രസംഗിച്ചിരുന്നതും ഒക്കെ. പക്ഷേ ഇങ്ങനെ ഈ കാര്യങ്ങൾ നമുക്ക് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കങ്ങനെ ശാഠ്യം പിടിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത്, ഇനി അങ്ങനെ വിശ്വസിക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. കൂടുതൽ പഠനങ്ങളുണ്ട് നമ്മുടെ മുമ്പിൽ. ഇപ്പം ഞാൻ എല്ലാം പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ, ഒരളവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് യേശുക്രിസ്തുവാണ് ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒത്തുവരാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. യേശുക്രിസ്തുവാണ് ആൺകുട്ടി എന്ന് പറഞ്ഞാൽ ഒത്തുവരാത്ത ഒത്തിരി കാര്യങ്ങൾ. ബാക്കിയുള്ളവർ പറഞ്ഞ ഒരു കാര്യമായിട്ട് ഒരു പൊരുത്തവും ഇല്ല. അതായത് സ്ത്രീ സഭയാണെന്നും ആൺകുട്ടി ഞങ്ങളുടെ മൂപ്പന നിങ്ങളുടെ മൂപ്പന എന്നൊക്കെ പറയുന്ന ആശയങ്ങളൊന്നും അതൊന്നും വചനത്തിന് അശേഷം നിരക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ അവർ ചോദിച്ച പോലെ പിന്നെ ആരാ മണവാട്ടി എന്നൊക്കെ ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അതിന് പറയാനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ: വരുവിൻ വന്ന് കേൾപ്പീൻ. അനേക കാര്യങ്ങൾ ഞങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടിട്ടുണ്ട്, ഇനിയും പറയും. അങ്ങനെ ഒന്നേന്ന് മുതൽ കേട്ട് പഠിക്കണം. അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് ഒരു സ്വിച്ച് ഇടുമ്പോൾ കണ്ടിട്ടില്ലേ ഈ വെൻഡിങ് മെഷീനിൽ നിന്ന് ചായയൊക്കെ വരുന്നത്, 5 രൂപ 10 രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചായ വരും. അങ്ങനെ പെട്ടെന്ന് മണവാട്ടി താഴേക്ക് ഇടാൻ പറ്റില്ല. മണവാട്ടി എന്തെല്ലാം കഷ്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാണ് രംഗത്ത് വരുന്നതെന്ന് അറിയാവോ? എന്തെല്ലാം കഷ്ടങ്ങളിലൂടെ എന്തെല്ലാം കാര്യങ്ങളിലൂടെയൊക്കെ പോയിട്ടാണ് മണവാട്ടി രംഗത്ത് വരുന്നത്. നിങ്ങൾ ഓടി വന്നിട്ട് അങ്ങ് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഓടി അങ്ങ് പറഞ്ഞു തരുമൊന്നുമില്ല. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഞങ്ങളിത് പ്രസംഗിക്കുന്നത് സത്യവചനത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളോട് തർക്കിക്കാനും നിങ്ങളോട് വാദിക്കാനും ഞങ്ങൾക്ക് എവിടെയാണ് സമയം? ഞങ്ങൾക്ക് ഒരു സമയമില്ല. ഞങ്ങൾക്ക് അശേഷ സമയം ഇല്ലാത്ത ആൾക്കാരാണ്. ഉള്ള സമയം ഞങ്ങൾ ഈ സത്യവചനം പ്രസംഗിക്കുന്നു. കർണരസമാകുമാറുള്ള കാര്യങ്ങളല്ല പറയുന്നത്. ദശാംശം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നും ഉപ്പും മുളകും എല്ലാം കൊണ്ടുപോയി പെയ്ത്തോമി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ഇരട്ടിയായി കിട്ടുമെന്നൊന്നും പഠിപ്പിക്കുന്നവരല്ല ഞങ്ങൾ. ഞങ്ങളുടെ വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസികളാണ്. അവർ കർത്താവിൽ വിശുദ്ധന്മാരാണ്. അവർ ഞങ്ങളുടെ കാര്യത്തിനൊക്കെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒന്നും ചോദിക്കുകയോ പറയുകയോ ഒന്നും വേണ്ട. അതാത് സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അത് മതി. അതിൽ കൂടുതൽ ഞങ്ങളും ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ശാന്തമായി മുൻപോട്ട് പോവുകയാണ്. അതായത് വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരൂശലേം എന്ന് പറയുന്ന നഗരത്തെ നോക്കി പാർത്തുകൊണ്ട് ആവലോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതിനോടുള്ള ബന്ധത്തിൽ പറയാനുള്ളത്. ഈ 12-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് 17-ാം വാക്യത്തിൽ കാണുന്നത്, മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിൻ്റെ സാക്ഷ്യമുള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ അവൻ പുറപ്പെട്ടു. അതായത് മഹാസർപ്പം സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടെന്ന്. അതായത് ആൺകുട്ടി മാത്രമല്ല, ആൺകുട്ടി അല്ലാതെ വേറെയും കുട്ടികളുണ്ടല്ലോ, ശേഷിപ്പുണ്ടല്ലോ. ആ ശേഷിപ്പിനോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടെന്ന്. ഈ വാക്യപ്രകാരം ആൺകുട്ടി യേശുക്രിസ്തു ആണെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവുമായി ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ പിന്നീടുണ്ട്. അതായത് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തനിക്ക് യോസയും പിന്നെ അങ്ങനെ കുറേ സഹോദരന്മാരുണ്ടായ കാര്യമൊക്കെ. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരുടെ പേരുവിവരമൊക്കെ പറയുന്നുണ്ടല്ലോ. ആ സഹോദരന്മാരോട് യുദ്ധം ചെയ്യാനായിട്ടാണോ ഈ മഹാസർപ്പം പുറപ്പെട്ടത്? അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം, യേശുക്രിസ്തുവാണ് ആൺകുട്ടിയെങ്കിൽ തൻ്റെ സഹോദരന്മാരോട് യുദ്ധം ചെയ്യാൻ മഹാസർപ്പം പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കും അത്? യേശുക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ഈ 2ാം സ്വർഗത്തിൻ്റെ അധിപതിയായ മഹാസർപ്പം അവനെ അവിടെ നിന്ന് വെട്ടി താഴേക്ക് ഇട്ടായിരുന്നോ? ഒരിക്കലും ഇല്ലല്ലോ. യേശുക്രിസ്തുവിൻ്റെ ജനനശേഷം പിന്നത്തേതിൽ യഹൂദന്മാർക്ക് കഷ്ടതകളൊക്കെ ഉണ്ടായ കാര്യം നമുക്കറിയാമല്ലോ. അവരുടെ പാലായനമൊക്കെ ഉണ്ട് AD 70. അപ്പോൾ ആ സമയത്ത് മഹാസർപ്പം അവരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്നോ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്? ആ സമയത്ത് റോമാ ഗവൺമെൻറ്റും മറ്റു പലരും അവരെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. അങ്ങനെയാണ് അവർ പലായനം ചെയ്തത്. അതിന് പിന്നിൽ സാത്താൻ്റെ വ്യാപാരം ഉണ്ടെന്നുള്ളതൊക്കെ വാസ്തവം തന്നെ. പക്ഷേ ഈ വചനം പറയുന്ന രീതിയിൽ ഇങ്ങനെ മഹാസർപ്പം അവരുടെ മുൻപിൽ നിന്നോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഉത്തരം പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയപ്പെട്ട വ്യാഖ്യാനങ്ങളെല്ലാം ദൈവവചനത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല. അതിനൊന്നും വ്യക്തതയില്ല, കൃത്യതയില്ല.
ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ സ്ത്രീയുടെ ഓടിപ്പോക്കുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററും കൂടെ ഒന്ന് തുറന്നിട്ട് അവസാനിപ്പിക്കാം. സ്ത്രീയുടെ ഈ ഓടിപ്പോക്ക്, വേദനയോടെ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീ ആൺകുട്ടിയെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ആ ഓടിപ്പോകുന്ന കാര്യത്തെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 28 വരെയുള്ള നീണ്ട പാരഗ്രാഫിൽ ഈ കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അവിടെ 16-ാം വാക്യത്തിൽ കാണുന്നത്, എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. അതായത് ഈ സ്ത്രീ വേദനയോടെ ആൺകുട്ടിയെ പ്രസവിച്ചിട്ട് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി എന്നാണ് നമ്മൾ കാണുന്നത്. മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവളെ അവിടെ സംരക്ഷണം ചെയ്യുവാനുള്ള സ്പേസ് ഉണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പെട്ര അവൾക്കവിടെ അഭയം കൊടുക്കുകയാണ്. ആ പാറയിടുക്ക് അവൾക്ക് അഭയം കൊടുക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാക്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. വായിക്കാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിൽ സ്ത്രീ ഓടിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് അതിനോട് കണക്ട് ചെയ്ത് നമ്മൾ ചേർത്ത് വെച്ച് പഠിക്കുന്ന പുസ്തകമാണ് മത്തായി 24-ാം അധ്യായം. 24-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള ഭാഗങ്ങളാണ് ഈ ചേർത്ത് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചിന്ത വരാം, മത്തായി 24-ൽ ഇസ്രായേൽ ജനം ഓടിപ്പോകുന്ന മലകളിലേക്കല്ലേ എന്നൊരു ചിന്ത വരാം. അതേസമയം വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെ സ്ത്രീ ഓടിപ്പോകുന്നത് മരുഭൂമിയിലേക്കല്ലേ എന്നൊരു ചിന്തയും വരാം. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞാൽ ഇങ്ങനെയാണ്, മരുഭൂമിയിലുള്ള മലകളിലേക്കാണ് ഈ ഇസ്രായേൽ ജനം അഥവാ സ്ത്രീ ഓടിപ്പോയത്. രണ്ടും രണ്ട് സ്ഥലമല്ല, രണ്ടും ഒരു സ്ഥലം തന്നെ. ഈ മരുഭൂമിയിൽ മലകളുണ്ട്. അതായത് ഈ പെട്ര എന്നൊക്കെ പറയുന്നത് വലിയ കിഴുക്കാൻ തൂക്കായ മലയാണ്. അവിടെ ചെന്നെത്തുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവിടെ ചെന്നെത്തുക എന്നുള്ളത്. അങ്ങനെയുള്ളൊരു പ്ലേസാണ് ഈ പെട്ര. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ ഓടിപ്പോകട്ടെ അല്ലേ, അങ്ങനെ യഹൂദയിലുള്ളവർ ഓടിപ്പോകട്ടെ. അപ്പം വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലെ സ്ത്രീ സഭയാണെങ്കിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യും? സഭ എന്ന് പറയുന്നത് യഹൂദയിൽ മാത്രമേ ഉള്ളൂ. ചേർന്നുള്ള വാക്യങ്ങൾ എന്താ വായിക്കുന്നത്? വീട്ടിന്മേൽ ഇരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടതിന് ഇറങ്ങരുത്, വയലിലുള്ളവൻ വസ്ത്രം എടുപ്പാൻ മടങ്ങിപ്പോകരുത്. ആ കാലത്ത് ഗർഭിണികൾക്കും മുല കുടിക്കുന്നവർക്കും അയ്യോ കഷ്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഘടമായ ഏതോ പ്ലേസിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട ആളുകൾക്ക് അയ്യോ കഷ്ടമെന്നല്ലേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താ കാണുന്നത്? എന്നാൽ നിങ്ങളുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. പ്രാർത്ഥിപ്പിനെന്ന്. അതായത് ഇസ്രായേലിന് ശബത്തുണ്ടായിരുന്നല്ലോ, ആ ശബത്തുമായി ബന്ധപ്പെട്ട് സഭയ്ക്ക് അത് ബാധകമായ കാര്യമല്ല. സഭ ആ പറയപ്പെട്ട നിലയിൽ അക്ഷരികമായ ശബത്ത് ആചരിക്കുന്നവരുടെ കൂട്ടമല്ല. ആണോ? ന്യായപ്രമാണ പ്രകാരം കൊടുത്തിരിക്കുന്ന ശബത്ത് ആചരിക്കുന്നവരുടെ കൂട്ടമല്ല ശബത്ത്. അപ്പോൾ അത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത എന്താ? ശീതകാലത്തിലോ സംഭവിപ്പാതിരിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ശീതകാലം, സഭയോടുള്ള ബന്ധത്തിൽ ശീതകാലം എങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പറ്റും? അതായത് സഭ സാർവത്രികമാണ്. ഈ ലോകം മുഴുവനും കർത്താവിൻ്റെ സഭ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ശീതകാലമാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഉഷ്ണകാലമായിരിക്കും, വേറൊരു രാജ്യത്ത് മഴക്കാലമായിരിക്കും, മറ്റൊരു രാജ്യത്ത് വേറൊരു കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ വാക്കുകളൊന്നും സഭയുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല. അതായത് സ്ത്രീ സഭയാണെന്നുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ അത് യോജിക്കില്ലെന്നർത്ഥം. ആൺകുട്ടി യേശുക്രിസ്തു ആണെന്നുള്ള ബന്ധത്തിൽ പറഞ്ഞാലും യോജിക്കില്ല. അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞ വാക്യങ്ങളിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ഇനി ആ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? 21-ാം വാക്യത്തിലാണ്. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ഇതിനാണ് ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് പറയുന്നത്. ലോകാരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. അതേ കാര്യം തന്നെയാണ് വെളിപ്പാട് 12-ൽ വായിക്കുന്നത്. വലിയ കഷ്ടത്തിലാണ് സ്ത്രീ അകപ്പെട്ടിരിക്കുന്നത്, വലിയ കഷ്ടത്തിൽ. ആ കഷ്ടത്തിൻ്റെ നടുവിലാണ് ആൺകുട്ടിയെ മുദ്രയിട്ടിരിക്കുന്നത്. ആൺകുട്ടിയെ അതിൻ്റെ നടുവിൽ സംരക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശേഷപ്പെട്ട ഉദ്ദേശങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരായ അവരെ പോറൽ പോലും ഏൽക്കാതെ സൂക്ഷിക്കുകയാണ്. അതിൻ്റെ നടുവിൽ എന്താ നടക്കുന്നത്? വലിയ കഷ്ടമാണ്. യാക്കോബിൻ്റെ കഷ്ടകാലമാണ്.
അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും. അപ്പോൾ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ആരെങ്കിലും സംശയം തോന്നിക്കാണാം, ഒരു പക്ഷേ കർത്താവിൻ്റെ സഭ ആരംഭിച്ചതിന് ശേഷം AD 70 ഇസ്രായേൽ ലോകം മുഴുവനും ചിതറിപ്പോയി. ആ സമയത്ത് വലിയ ഉപദ്രവങ്ങളാണ് നേരിട്ടത്. റോമൻ കൈസറിൽ നിന്നുണ്ടായ പീഡനം ഭയാനകമാണ്. അതുമായി ബന്ധപ്പെട്ടല്ലേ ഈ വാക്യങ്ങളെന്ന് ചിലപ്പോൾ ചിന്ത വരാം. ആ ചിന്ത നിലനിൽക്കുന്നതല്ലെന്നുള്ളതാണ് 21-ാം വാക്യം പറയുന്നത്. കാരണം ഇനിമേൽ സംഭവിക്കേണ്ട കാര്യമാണ്. അത് ലോകാരംഭം മുതൽ ഇന്നു വരെയും സംഭവിച്ചിട്ടില്ലാത്തതും. അതായത് AD 70 സംഭവിച്ചതൊന്നും ഒന്നുമല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. AD 70 സംഭവിച്ചതൊന്നും ഒന്നുമല്ല, അതിനേക്കാളൊക്കെ അപ്പുറമായ ഭയാനകമായ ആ ഒരു കഷ്ടത്തിലൂടെയാണ്, ആ ട്രിബുലേഷനിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകാൻ പോകുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാണെന്നുണ്ടാകുന്നത്. അപ്പോൾ ആ കഷ്ടത്തിൻ്റെ നടുവിലാണ് സ്ത്രീ ഓടിപ്പോകുന്നതും സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരും ചിതറിപ്പോകുന്നു. അങ്ങനെ അവർ ചിതറിപ്പോയി ലോകത്തിൻ്റെ പല കോണുകളിലും എത്തപ്പെട്ടു. അങ്ങനെ പല കോണുകളിലും എത്തപ്പെട്ട അവരെ പല രാജ്യക്കാരും സ്വീകരിക്കുകയും സംരക്ഷിക്കുകയും ഭക്ഷണം കൊടുക്കുകയും വസ്ത്രം കൊടുക്കുകയും ഒക്കെ ചെയ്ത കാര്യം നമ്മൾ മത്തായി 25 നിന്ന് പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്നത്? സ്ത്രീയുടെ കാര്യം പറഞ്ഞു, ആൺകുട്ടിയുടെ കാര്യം പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരുടെ കാര്യം പറഞ്ഞു. അതിന് നടുവിൽ മഹാസർപ്പം വാവിളർന്ന് നിൽക്കുകയാണ്. അതായത് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയെന്നും അവിടെ മലകളിലേക്കാണ് ഓടിപ്പോയെന്നും അവിടെ സംരക്ഷിത കവചമൊരുക്കിക്കൊണ്ട് ദൈവം അവർക്ക് വേണ്ടി വിശേഷപ്പെട്ട സ്ഥലങ്ങളെ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ പ്രവാചകന്മാർ മുൻകൂട്ടി പറയുകയാണ്. ആ വാക്യങ്ങൾ നോട്ട് ചെയ്തോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. എന്റെ ജനമേ, വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തെ കൊളിച്ചിരിക്കുക. അപ്പൊ നമുക്കിതിന്റെ കൂട്ടത്തിൽ ഒരു വാക്യോടെ വായിക്കാം. യെശയ്യാവ് 33-ന്റെ 16-ാം വാക്യവും കൂടെ. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും, അവന്റെ അപ്പം അവന് കിട്ടും. ഇങ്ങനെയുള്ളവർ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവരുടെ അഭയസ്ഥാനമായിരിക്കും, അവരുടെ അപ്പം അവർക്ക് ലഭിക്കുമെന്ന്. അങ്ങനെ പാറക്കോട്ടയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരും അതുപോലെ ദൈവത്തിൻ്റെ വിശേഷപ്പെട്ട സംരക്ഷണ സമയങ്ങളാണതൊക്കെ. പീഡിപ്പിക്കപ്പെടും, പൂർണ്ണമായും മുടിച്ചു കളയില്ലെന്ന് മാത്രം. അങ്ങനെ ഇസ്രായേൽ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോഴും സമ്പൂർണ്ണമായും മുടിച്ചു കളയുന്നില്ല. കാരണം അവർ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമല്ലേ. പദ്ധതിയുടെ ഭാഗമായ അവർക്ക് വേണ്ടി അപ്പവും വെള്ളവും ഒക്കെ കരുതിക്കൊണ്ട് പലരും അവിടെ ഇവിടങ്ങളിലൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ മഹാപീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി പലരും പല രാജ്യക്കാരും അപ്പവും വെള്ളവും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതൊക്കെ അനുഭവിച്ച അവരോടുള്ള ബന്ധത്തിലാണ് മത്തായി 25 നമ്മൾ കണ്ടത്. ഈ ചെറിയവരിൽ ഒരുത്തന്, അത് തൻ്റെ സഹോദരന്മാർ എന്ന നിലയിലാണ് ഇസ്രായേലിനെ കാണുന്നത്. അവരോട് ചെയ്തതൊക്കെയും എനിക്കാകുന്നു ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ വലത്തേക്ക് നിന്നോളാൻ പറയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 1-2 വാക്യം വായിച്ചു. അതായത് ഇരമ്യാവ് 20-16, എസെക്കിയേൽ 28-24. ഈ വാക്യങ്ങളൊക്കെ കാണിക്കുന്നത് യഹൂദനെ ഉപദ്രവിച്ചവരെയൊക്കെ കയ്പുനീര് കുടിപ്പിച്ച കാര്യമാണ്. യഹൂദനെ അനാവശ്യമായി ദ്രോഹിച്ചവരെയൊക്കെ ദൈവം കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ആ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വം, നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അതായത് ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും അവനെ ശപിക്കുന്നവൻ ശപിക്കപ്പെടുമെന്നുള്ള ഒരു തത്വം പഴയ നിയമത്തിലുണ്ട്. അത് ദൈവം വെച്ചിരിക്കുന്ന കാര്യമാണ്, നമുക്ക് മാറ്റാൻ കഴിയില്ല. കാലങ്ങൾക്ക് മുമ്പേ ദൈവം വെച്ച കാര്യമാണല്ലോ, അത് ദൈവിക വ്യവസ്ഥയാണ്. ദൈവം ഇസ്രായേലിനെ ശിക്ഷിക്കാനായിട്ട് പല രാജ്യങ്ങളെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് വെച്ച് അതിരും കടന്നിട്ട് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരൊക്കെ പുല്ല് തിന്നിട്ടുള്ളതാണ് ചരിത്രം അല്ലേ. നെബൂഖദ്നേസറിനെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ശിക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ അവൻ നിഗളിച്ചു പോയ നിമിത്തം പുല്ല് തിന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇത്തരം പഠനങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഇതൊക്കെയായി ബന്ധപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. തുടക്കത്തിൽ നമ്മൾ പൊതുവായ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പിന്നീട് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലേക്ക് കടന്ന് എനിക്ക് ഒന്നുകൂടെ തറപ്പിച്ചുറപ്പിച്ച് പറയാനുണ്ടായിരുന്ന കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആൺകുട്ടി സിംഹാസനത്തിലേക്ക് എടുക്കപ്പെടുക എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല. അതുകൊണ്ട് സ്വാഭാവികമായി സംശയം വരാം. അപ്പോൾ യേശുക്രിസ്തു അല്ലേ സിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യിരെമ്യാവ് 3:17 നമ്മൾ കണ്ടെത്തിയത്. അന്നാളിൽ യെരൂശലേമിന് യഹോവയുടെ സിംഹാസനം എന്ന് പേരാകും. യഹോവയുടെ സിംഹാസനം, അതായത് യേശുക്രിസ്തു തേജസ്സിൻ്റെ സിംഹാസനം വെക്കുക എന്നുള്ളതിന് പഴയ നിയമത്തിൽ കാണുന്നത് യഹോവയുടെ സിംഹാസനം വെച്ചു എന്നുള്ളതാണ്.
നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവെന്ന് ചിന്തിക്കുമ്പോൾ സെക്രിയാവിൻ്റെ പുസ്തകത്തിലും മറ്റ് പുസ്തകങ്ങളിലൊക്കെ യഹോവയുടെ മടങ്ങി വരവെന്നുള്ളതാണ് കാണുന്നത്. യഹോവയുടെ മടങ്ങി വരവെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്. ഈ സ്ത്രീ എന്ന് പറയുന്നത് ഇസ്രായേലാണ്, ആൺകുട്ടി എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട 1,44,000 എന്ന് പറയുന്ന ഇസ്രായേലിലെ വിശേഷപ്പെട്ട മുദ്രയേൽക്കപ്പെട്ട ഒരു സംഘം ആളുകളെയാണ് അവിടെ പറയുന്നത്. അത് ഞങ്ങളുമല്ല, നിങ്ങളുമല്ല, അവരുമല്ല, ഇവരുമല്ല. അനാവശ്യമായ ക്ലെയിമും കൊണ്ടൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. ക്ലെയിമൊന്നും നമ്മൾ ഏതായാലും അംഗീകരിക്കില്ല. അംഗീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അംഗീകരിക്കട്ടെ. വാദപ്രതിവാദങ്ങൾക്ക് നമുക്ക് താല്പര്യമില്ല. നമ്മളെ സംബന്ധിച്ചുള്ള നമ്മുടെ താല്പര്യങ്ങളും കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ നമ്മൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചിട്ടുണ്ട്, പൊതുവായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സകല സഹോദരങ്ങളോടും ഞാൻ പറഞ്ഞ് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ഈ പറയപ്പെട്ട വചനങ്ങളൊക്കെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനമായി തീരട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്ന് തുടങ്ങിയൊരു പ്രയാണമാണ്. അത് വെളിപ്പാട് ദിവസം 12-ാം അധ്യായത്തിലൂടെ കയറി ഇറങ്ങി പഴയ നിയമ പുസ്തകങ്ങളിലൂടെയൊക്കെ പോയാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. വെളിപ്പാട് ദിവസം ആഴത്തിൽ പഠിച്ചില്ലെങ്കിലും അത്ര സാരമില്ല. പക്ഷേ സുവിശേഷങ്ങളും ലേഖനങ്ങളും ഹൃദയസ്ഥമാക്കണം. അല്ലെങ്കിൽ സുവിശേഷങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ലേഖനങ്ങൾ പറയുന്ന പോലെയുള്ള ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്താൽ വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നാം കുഞ്ഞാടിൻ്റെ കാന്ത എന്ന നിലയിലേക്ക്, ആ തേജസ്സിൻ്റെ നഗരം എന്ന നിലയിലേക്ക് അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരുമെന്നുള്ള കാര്യം ഗ്യാരണ്ടി പറയുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ക്രമം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.